പിണറായി ഭരണത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെട്ടെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ. കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന സ്പെഷ്യൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അധികാരമേറ്റാൽ അതിപിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂർണ്ണ OEC ആനുകൂല്യം ലഭിക്കുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്നും എം ഹസൻ പറഞ്ഞു. കേരളത്തിൽ ജാതി സെൻസസിന് നടപടി സ്വീകരിക്കുകയും വെളിയത്ത് അനുവദിച്ച എയ്ഡഡ് കോളേജിന് പ്രവർത്തനാനുമതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് വിനയപൂർവ്വം ഒരപേക്ഷ വയ്ക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ശാഖാ ജില്ലാ ഭാരവാഹികളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ശാഖ അംഗങ്ങളും കൂടി ചേർന്ന് ഇന്നിവിടെ ഒരു സ്പെഷ്യൽ സമ്മേളനം നടത്താൻ ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് തന്നെ തീരുമാനിക്കുകയും അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കുകയും ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ക്ഷണിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളിൽ അദ്ദേഹവുമായി ബന്ധപ്പെടുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹം തന്നെ നിരവധി ദിവസങ്ങളിൽ സമ്മേളനത്തിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുമായി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷവും അദ്ദേഹത്തിനോട് സമ്മേളനത്തിൻ്റെ കാര്യം പറയുകയും നിശ്ചയമായും എത്തിച്ചേരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ദേവരാജനും അതിൽ പങ്കാളിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. എന്നാൽ ഇന്ന് നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ല. അദ്ദേഹം ഡൽഹിക്ക് പറന്നു. വളരെ വിഷമമുണ്ട്, വളരെ വേദനയുണ്ട്. ഇങ്ങനെയൊരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് പകരം എം ഹസനെ, അത് ഞാൻ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം സാധാരണഗതിയിൽ വരാൻ സാധിക്കത്തില്ല, ഒരു പകരക്കാരൻ എന്നുള്ള നിലയിൽ ഇതിനു മുമ്പ് പലപ്പോഴും അദ്ദേഹത്തിനെ പകരക്കാരനായി ഞാൻ പോയി ക്ഷണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ വിശിഷ്ടാദികളെ ക്ഷണിക്കപ്പെട്ടവർ വരാതിരിക്കുമ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് എം ഹസൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ് സാറേ സഹായിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്ത് പോയ പല പരിപാടികളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് മാനസികമായി അദ്ദേഹത്തിനെ വിളിക്കാൻ ഒരു വിഷമം തോന്നി. ദേവരാജൻ തന്നെ അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്രയും സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ സമൂഹത്തിൻ്റെ ഒരംഗമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഓരോ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളാണ്. നിരവധി പരിപാടികൾ അദ്ദേഹം നമ്മളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഏതറ്റം വരെയും പോകും. നമുക്കൊരു MLA ഇല്ലാത്തതിൻ്റെ കുറവ് അദ്ദേഹം പരിഹരിക്കുമെന്ന് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ദേവരാജന് കൊല്ലം സീറ്റ് നൽകണമെന്നുള്ള അതിശക്തമായ ആവശ്യമാണ് ഈ സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കുറഞ്ഞൊരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. അതാണ് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാണോ അദ്ദേഹം ഇവിടെ വരാതിരിക്കുന്നതെന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. എന്തായാലും ശരി, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുനർവിചിന്തനവും നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. അത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം കിട്ടി ഈ കാലയളവിനുള്ളിൽ ഒരു MLA-യോ ഒരു MP-യെയോ മന്ത്രിയെയോ IAS-കാരനെയോ IPS-കാരനെയോ ഗവൺമെൻറ് സെക്രട്ടറിയെയോ താലൂക്ക് അധികാരിയോ ഒന്നും ഇതുവരെ സ്വന്തമായിട്ടില്ലാത്ത, സൃഷ്ടിച്ചെടുക്കാൻ കഴിയാത്തൊരു സമുദായം. അതിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ശ്രീ ദേവരാജൻ UDF-ൻ്റെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖം, അദ്ദേഹത്തിന് ജയിക്കുന്ന ഒരു സീറ്റ് നൽകുമെന്ന് നിരവധി തവണ നമ്മുടെ സമ്മേളനങ്ങളിൽ വന്ന് UDF-ൻ്റെ എല്ലാ നേതാക്കന്മാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പ് നിശ്ചയമായും പാലിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന്, മനോജ്ഞമായ സമ്മേളനത്തിന് സംഘത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നതിന് സംഘത്തിന് ആരാധനായ ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കുട്ടപ്പ സാർ, അതുപോലെ ഈ സമ്മേളനം ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നേരത്തെ നമ്മൾ തീരുമാനിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകളെയായിരുന്നു. എന്നിരുന്നാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആവശ്യപ്രകാരം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രി എം ഹസൻ അവറുകൾ, അതുപോലെ ആൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ ജി ദേവരാജൻ അവറുകൾ, BVI ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ രാമസ്വാമി സാർ, MBCFിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ നിഷികാന്ത് സാർ, വർക്കിംഗ് പ്രസിഡൻ്റ് സംഘത്തിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റ് സുബ്രഹ്മണ്യൻ സാർ, ട്രഷറർ മോഹനൻ അവറുകൾ, ഓർഗനൈസ് സെക്രട്ടറി ശ്രീ മണികണ്ഠൻ അവറുകൾ, ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി MG മഞ്ചേഷ്, ദേവസ്വം സെക്രട്ടറി ശ്രീ ശ്രീരംഗൻ, അവാർഡ് നിർണയ കമ്മിറ്റിയുടെ കൺവീനർ പ്രൊഫസർ A ഗോപാലകൃഷ്ണൻ അവറുകൾ, സംഘത്തിൻ്റെ പോഷക സംഘടനകളുടെയും സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, റീജിയണൽ സെക്രട്ടറിമാർ, പോഷക സംഘടനയുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ട്രഷറർമാർ, അതുപോലെ ഇവിടെ അവാർഡ് വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതുപോലെ ഇവിടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത നമ്മുടെ അംഗങ്ങൾ, രക്ഷകർത്താക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും സ്വാഗത പ്രസംഗം എന്ന നിലയിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. നമ്മുടെ ഇവിടെ അവാർഡ് വാങ്ങാൻ ഇന്ന് ഒരുപാട് പരിപാടികൾ ഇവിടെ ഉള്ളതാണ്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മുൻ പ്ലാനിംഗ് ബോർഡ് അംഗവും അതുപോലെ തന്നെ CMBയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോൺ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് സുഹൃത്തുക്കളെ, ഇവിടെ അവാർഡ് വാങ്ങാൻ എത്തിയിരിക്കുന്ന നമ്മുടെ കഴിവും പ്രാപ്തിയും നിറഞ്ഞ കുറേ ചെറുപ്പക്കാരായ കുട്ടികൾ ഇവിടെയുണ്ട്. അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? അവർക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട വിദ്യാഭ്യാസം, അതിനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ടോ? ഉദ്യോഗം ലഭിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് അറിയേണ്ടതല്ലേ. എന്തുകൊണ്ടാണ് അത് ലഭിക്കാത്തത്? 1979 OBH വിഭാഗത്തിന് 10% സംവരണം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ഉദ്യോഗ മേഖലയിലും 10% സംവരണം ഉണ്ടായിരുന്നു. 2026 ആയപ്പോൾ നമ്മൾ ഉദ്യോഗ വിദ്യാഭ്യാസ മേഖലയിൽ വെറും 3% സംവരണമാണ് ഉള്ളത്. 1979 10% സംവരണം ഉണ്ടായിരുന്നപ്പോൾ OBH വിഭാഗത്തിലുണ്ടായിരുന്നത് 79 സമുദായങ്ങളായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് 2026 169 സമുദായങ്ങളുണ്ട്. ഈ 169 സമുദായങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ തൊഴിൽ സംവരണം വെറും 3% മാത്രമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് 2021 തിരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ട് മുമ്പ് 41 ക്രിസ്ത്യൻ സഭകളെ OBH ഉൾപ്പെടുത്തി. OBH എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു എന്നാണ്. ഇവിടെ ഉൾപ്പെടുത്തിയത്, ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് 41 ക്രിസ്ത്യൻ സഭകളെയാണ്.
അങ്ങനെ എല്ലാം കൂടി ചേർത്ത് അന്ന് 141 സമുദായങ്ങൾ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് ഈ ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കഴിഞ്ഞ മാസത്തിൽ 28 സമുദായത്തെ കൂടി OBHൽ ഉൾപ്പെടുത്തി. അങ്ങനെ 169 സമുദായങ്ങളായി. ഈ 169 സമുദായങ്ങൾക്ക് വേണ്ടി നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ തൊഴിൽ സംവരണം എന്ന് പറയുന്ന വെറും 3%. എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ സംവരണം? ഈ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള സംവരണം നമുക്ക് ലഭിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്? നമ്മൾ ഒരു വോട്ട് ബാങ്ക് അല്ല എന്നൊരു ധാരണ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വോട്ട് ബാങ്ക് ആണ് എന്ന് നമ്മളിപ്പം തെളിയിച്ചിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം നിൽക്കുന്ന അതിൻ്റെയും പ്രസിഡൻ്റായിരിക്കുന്ന കുട്ടപ്പൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള 30 സമുദായ സംഘടനകൾ ചേർന്നുണ്ടാക്കുന്ന മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ്റെ അവരെല്ലാം നമ്മളിപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു വലിയ കേരളത്തിലെ ഒരു വലിയ വോട്ട് ബാങ്കായി തീർന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഏത് പാർട്ടി ജയിക്കണമെന്നും തോക്കണമെന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഏത് സർക്കാരുടെ വരണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ശക്തിയായി തീർന്നിരിക്കുകയാണ് നമ്മൾ. ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ, ശ്രീ ജി ദേവരാജൻ, ശ്രീ CP ജോൺ, മറ്റ് സംഘത്തിൻ്റെ പ്രധാന നേതാക്കളെല്ലാം വേദിയിൽ ദീപം തെളിച്ചു കഴിഞ്ഞു. ഇനി ജി ദേവരാജൻ, ശ്രീ CP ജോൺ, മറ്റുള്ളവർ ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ, അങ്ങനെ ഓരോരുത്തരായി ആ നിലവിളക്കിൻ്റെ ഓരോ തിരികളും തെളിക്കും. ധന്യമായ സ്പെഷ്യൽ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദി ഓരോ നേതാക്കൾ ആ നിലവിളക്കിൻ്റെ വലിയ നിലവിളക്കിൻ്റെ 4 ഭാഗത്തുമുള്ള തിരികളിൽ ഈ ഉദ്ഘാടനത്തിൻ്റെ സന്തോഷത്തിൽ ദീപം തെളിക്കുന്നു. വലിയ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് കേരള വൈശ്യ സംഘം എന്ന സമുദായ സംഘടന. സ്പെഷ്യൽ സമ്മേളനം ചില കാര്യങ്ങൾ മാത്രം അധ്യക്ഷ പ്രസംഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഏതാനും മാസങ്ങൾക്കകം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇന്ന് മാർച്ച് 1 15-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 15 ലക്ഷത്തിലധികം വരുന്ന വണികവൈശ്യ സമുദായത്തിൻ്റെയും 50 ലക്ഷത്തിലധികം വരുന്ന MBC സമൂഹങ്ങളുടെയും പ്രതിനിധിയായി ശ്രീ ദേവരാജനെ ജയിക്കുന്ന ഒരു സീറ്റ് നൽകി ഈ നിയമസഭയിലേക്ക്, കേരള നിയമസഭയിലേക്ക് എത്തിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ദേവരാജനെ ഒരു മന്ത്രിയാക്കാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചുകൊണ്ടാണ് കേരള വണികവൈശ്യ സംഘം ഇന്ന് ഈ കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള വണികവൈശ്യ സംഘം മാത്രമല്ല, ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളും നിങ്ങളുമൊക്കെ അറിയാത്ത കാര്യമുണ്ട്. ഇന്ന് ഇതേ സമയത്ത് ചാലക്കുടിയിൽ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സമ്മേളനം MBCFിന് ഒരു അംഗസംഘടന ചവളർ സമുദായം, ചവളർ സർവീസ് സൊസൈറ്റി നടത്തുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ബെന്നി ബെഹനാൻ MP ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ വാർത്ത, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ മൊബൈലിലൂടെ കേട്ട ഒരാളാണ് ഞാൻ. MBCFിൻ്റെ അംഗസംഘടനകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ
അതിശക്തമായ സാന്നിധ്യം ഈ രാജ്യത്തെ ഭരണാധികാരികളെ, ബഹുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവിടെ ആ സമ്മേളനം നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമ്മേളനം നടക്കുകയാണ്. ഇതേ സമയം അഖില കേരള എഴുത്തച്ഛൻ സഭയുടെ സമ്മേളനം. ഇന്നത്തെ ദിവസം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ 2 സമ്മേളനങ്ങൾ ഒഴിവാക്കി ഇവിടെ നിൽക്കുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ ഞാനിന്ന് ചവളർ സമുദായത്തിൻ്റെ, ചവളർ സർവീസ് സൊസൈറ്റിയുടെ രാവിലെയും ഉച്ചയ്ക്ക് എഴുത്തച്ഛൻ സമാജത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ഒരാളാണ്. എന്തിനു വേണ്ടിയാണ്? ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇത്തരത്തിൽ MBCF സമൂഹങ്ങൾ അതിശക്തമായി ഉണർന്നെഴുന്നേറ്റ് ഈ രാജ്യത്ത് ജീവിക്കുവാൻ വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങൾ നടത്തുന്നതിന് മുൻനിരയിൽ നിൽക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അടുത്ത ആഴ്ചയിൽ ഘടക മഹാസഭയുടെ അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് MBCFിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ നിഷികാന്ത്. അടുത്ത ആഴ്ചയിൽ ചെങ്ങന്നൂരിൽ വെച്ച് കേരള ഘടക മഹാസഭയുടെ സമ്മേളനം നടക്കുകയാണ്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് ഇത് എന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികളും ബഹുജനങ്ങളും പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ന് വരെ ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ പങ്കാളിത്തം ലഭിക്കാത്ത, ഈ രാജ്യത്തിൻ്റെ സമ്പത്തും അധികാരവും ഉദ്യോഗവും വിദ്യാഭ്യാസവും ഭൂമിയും തൊഴിലുമെല്ലാം പങ്കുവെച്ചു കൊടുക്കുമ്പോൾ അതിലൊരു 0.1% പോലും ലഭിക്കാത്ത പരമ്പരാഗത തൊഴിൽ സമൂഹങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നൂറ്റാണ്ടുകളായി അടിമകളെപ്പോലെ പണിയെടുത്ത ലക്ഷക്കണക്കിന് ജനവിഭാഗങ്ങൾ, ഈ രാജ്യം മുഴുവൻ നന്നാകുമ്പോൾ ഞങ്ങളുമൊക്കെ നന്നായിക്കൊള്ളുമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ചവർ, കേരളത്തിലുടനീളം ചിന്നിച്ചിതറി താമസിക്കാൻ വിധിക്കപ്പെട്ടവർ, വോട്ട് ബാങ്കിൽ എന്ന കാരണത്താൽ ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ക്രൂരമായി അവഗണിച്ചവർ, ഈ വിഭാഗങ്ങൾക്ക് ജീവിക്കുവാനുള്ള പോരാട്ടമാണ്, ജീവിക്കുവാനുള്ള അവസരത്തിന് വേണ്ടി, അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരത്തിന് വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടമാണ് ഞങ്ങളിവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന MBCFിൻ്റെ നേതൃത്വത്തിൽ. ഒരു സംശയവും വേണ്ട. കേരളത്തിലെ 62 നിയോജക മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് നിശ്ചയിക്കുന്ന അതീശ ശക്തിയാണ് MBCF എന്ന് അസന്നിഗ്ധമായി ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരു സംശയവും വേണ്ട. ഈ കാലം എത്രയും ഈ പാവപ്പെട്ട കൊച്ചു കൊച്ചു സമുദായങ്ങളെ അവഗണിച്ച് ചവിട്ടി മതിച്ച് ഇനി ഒന്നും ബാക്കിയില്ല. ഇതിനേക്കാൾ എത്രയോ അഭിമാനമായിരുന്നു രാജഭരണകാലമെന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. ജനാധിപത്യം വന്നപ്പോൾ എല്ലാവർക്കും തുല്യനീതി കിട്ടുമെന്ന് ഞങ്ങൾ കരുതി. അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സർ, രാജഭരണകാലത്ത് തിരുവിതാംകൂറിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് ചെട്ടിയാരന്മാരായ ആളുകളെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സർ. ചരിത്രം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ തിരുവിതാംകൂറിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് അല്ലെങ്കിൽ നാഗർകോവിലേക്കും കൊല്ലത്തേക്കുമൊക്കെ ബസ് സർവീസ് നടത്തിയ ഒരു ചെട്ടിയാരുണ്ട്, ശ്രീറാം ചെട്ടിയാർ, ശ്രീറാം മോട്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിലുള്ള ആളാണ് ശ്രീ രാമസ്വാമി ചെട്ടിയാർ. തിരുവിതാംകൂറിൽ നിന്ന് നാഗർകോവിലേക്കും തിരുവിതാംകൂറിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കുമൊക്കെ ബസ് സർവീസ്, ആദ്യമായി ബസ് സർവീസ് ഏർപ്പെടുത്തിയത് 48 or 50 ബസ്സുകൾ. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കാര്യം, ചരിത്രത്തിലുള്ള കാര്യമാണ്. സെക്രട്ടറി ഇരിക്കുന്ന സ്ഥലം, പാളയം പള്ളി ഇരിക്കുന്ന സ്ഥലം, പാളയം മാർക്കറ്റ് ഇരിക്കുന്ന സ്ഥലം, തെക്കാട് ഹോസ്പിറ്റൽ കിടക്കുന്ന സ്ഥലം, മെഡിക്കൽ കോളേജ് കിടക്കുന്ന സ്ഥലം, വേളി യൂത്ത് ഹോസ്റ്റൽ കിടക്കുന്ന സ്ഥലം, ഇവിടെയെല്ലാം തറ കുഴിച്ചു നോക്കിയാൽ ചക്കിൻ്റെ ഭാഗങ്ങൾ കാണാം. ചക്കിട്ടാട്ടി കൂട്ടമായി താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ ചെട്ടിയാരന്മാർ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ പാവങ്ങളെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു, ചില്ലിക്കാശുകൾ കൊടുത്ത് അതെല്ലാം സർക്കാർ ഏറ്റെടുത്തു. അവിടെയാണ് ഈ മണിമാളികൾ കെട്ടിയിരിക്കുന്നത്. തെക്കാട് ആശുപത്രിയിൽ ഇപ്പോഴും ചക്ക് കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം.
മെഡിക്കൽ കോളേജിൽ ചക്ക കിടപ്പുണ്ട്. അങ്ങനെ അനാഥമായി ഈ കേരളത്തിലെ ഈ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ആ സ്ഥലമൊക്കെ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സമ്പന്ന സമുദായം എൻ്റെ സമുദായമാകുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആര് കേൾക്കാനാണ്? ആരോടാണ് പറയേണ്ടത്? എന്ത് നീതിയാണ് ഇവിടെ ലഭിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങൾക്ക്? 100 പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് 13 പേരെ ജയിപ്പിച്ചെടുക്കാൻ ഈ തവണ കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 5 പേരെയാണ് ജയിച്ചത്. 5 പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ 13 പേർ. എന്താ, ഞങ്ങൾക്കൊന്നും രാജ്യത്ത് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് MP-മാരാകണ്ടേ, MLA-മാരാകണ്ടേ, മന്ത്രിമാരാകണ്ടേ, IAS-കാരാകണ്ടേ, ഗവൺമെൻറ് സെക്രട്ടറിമാരാകണ്ടേ? ഇനി ഒരു 100 വർഷം കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് വേണ്ടേ? അത് കൊടുക്കണ്ടേ? അതല്ലേ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്? 100 പേരുള്ളൊരു സമൂഹമാണെങ്കിലും ആ 100 പേർക്കുള്ള പ്രാതിനിധ്യം അവർക്കെല്ലാ തലങ്ങളിലും കൊടുക്കണം. ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും എല്ലാം കൊടുക്കണം. അതാണ് ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ തൊട്ട് ആണയിട്ടുകൊണ്ട് അധികാരത്തിലേറുന്നവർ ഈ പാവപ്പെട്ട ജനസമൂഹങ്ങളെ ചവിട്ടി മതിക്കുന്ന, അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏറ്റവും ക്രൂരമായ കാട്ടുനീതിയാണ്. ഒരുപക്ഷെ കാട്ടുനീതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകും. കാരണം അവിടെ അങ്ങനെയല്ല. പാവപ്പെട്ട മൃഗത്തിനോട്, ശൗര്യമുള്ള മൃഗങ്ങൾക്ക് അല്പം കരുണയുണ്ടാകും, ഒരു സംശയമില്ല. അതാണ് കാട്ടുനീതി എന്ന് പറയുന്നത്. അതുപോലും ഇവിടെ ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരണമായൊരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നുള്ള അതിശക്തമായ ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും ഈ സമൂഹങ്ങൾ സന്നദ്ധമാണെന്ന് പ്രഖ്യാപിക്കാനാണ് കേരളത്തിലുടനീളമുള്ള ജില്ലകളിൽ MBCFിൻ്റെ നേതൃത്വത്തിൽ MBCFിൻ്റെ അംഗസംഘടനകൾ ഇതുപോലെയുള്ള കുടുംബ സംഗമങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്കറിയാമോ, 1891 ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, നമുക്കറിയത്തില്ല. 1891 നടന്ന മലയാളി മെമ്മോറിയൽ ഈ തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥന്മാരായി തിരുവിതാംകൂറിൽ ജനിച്ച നായർക്കും നമ്പൂതിരിക്കും കടന്നു വരാൻ അവരെ നിയമിക്കപ്പെടാതിരുന്ന കാലത്ത് പരദേശി ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്ന് തിരുവിതാംകൂർ ഉദ്യോഗസ്ഥന്മാരാക്കിയിരുന്ന രാജഭരണകാലത്ത് 1038 പൗരമുഖ്യന്മാർ ഒപ്പിട്ട് മഹാരാജാവിന് നിവേദനം കൊടുത്തതാണ് മലയാളി മെമ്മോറിയൽ. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ ആർക്കും വിസ്മരിക്കാൻ പറ്റാത്തൊരു അധ്യായമാണ്, ഒരു സംഭവമാണ്. രാജാവ് അറിയാതെ ഈ തിരുവിതാംകൂറിലെ 1038 പൗരമുഖ്യന്മാർ രഹസ്യമായി ഒരു നിവേദനം തയ്യാറാക്കി ഒപ്പ് ശേഖരിച്ച് ഒരു ദിവസം രാജാവിന് മുഖം കാണിച്ച് നിവേദനം കൊടുക്കുന്നു. എന്താ അവർ പറഞ്ഞത്? തിരുമനസ്സെ ക്ഷമിക്കണം, ഞങ്ങളൊക്കെ അങ്ങയുടെ പ്രജകളാണ്. അങ്ങയുടെ പ്രജകളായ നായർക്കും നമ്പൂതിരിക്കും ബ്രാഹ്മണനും തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥന്മാരാകാൻ അവസരമില്ല, നിയമമില്ല. പരദേശി ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നാണ് ഇവിടെ ഉദ്യോഗം കൊടുത്തുകൊണ്ടിരുന്നത്. അത് മാറ്റണം, അത് അവസാനിപ്പിക്കണം. ഈ നാട്ടിൽ ജനിച്ച നായർക്കും നമ്പൂതിരിക്കും ബ്രാഹ്മണനും ഈ നാട്ടിൽ ഉദ്യോഗസ്ഥന്മാരാകാനുള്ള അവസരമുണ്ടാക്കണമെന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. അതാണ് മലയാളി മെമ്മോറിയൽ. അത് വായിച്ചു കേട്ടപ്പോൾ രാജാവ് തന്നെ ലജ്ജിച്ചു പോയി. ഞാൻ എന്ത് മണ്ടനാണ്, എൻ്റെ പ്രജകളെ ഒഴിവാക്കിയിട്ട് ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമാണല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ചു. അന്ന് ഉത്തരവിട്ടു, നായർക്കും നമ്പൂതിരിക്കും ബ്രാഹ്മണനും തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥന്മാരാകാനുള്ള തീരുമാനമെടുത്തെന്ന് പ്രഖ്യാപിച്ചു തിരുമനസ്. അതിനുശേഷമാണ് നായരും നമ്പൂതിരിയും ബ്രാഹ്മണനുമൊക്കെ ഈ നാട്ടിൽ അധികാരത്തിലെത്തിയത്, ഉദ്യോഗസ്ഥന്മാരായത്. എത്ര വർഷമായി? 1891 ശേഷം എത്ര വർഷമായി? നിങ്ങൾ കണക്ക് കൂട്ട്. അപ്പോഴും ഈഴവനും മുസ്ലിമനും ക്രിസ്ത്യാനിക്കും ഒന്നും അധികാരത്തിലെത്താൻ പറ്റിയില്ല. 4-5 വർഷം കഴിഞ്ഞപ്പോൾ അവരൊരു ഒപ്പ് ശേഖരണം നടത്തി. ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കും അധികാരത്തിൽ വേണം, ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരാകണം, ഞങ്ങളുടെ ആളുകളെ തിരഞ്ഞെടുക്കണം, നിയമിക്കണം. രാജാവ് പറഞ്ഞു, പറ്റത്തില്ല,
നിന്റെ തൊഴിലെന്താ? തെങ്ങിൽ കയറി ചെത്ത് നടത്തുക, കള്ളെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ആ തൊഴിൽ ചെയ്താൽ മതി. അവരെ ആട്ടി ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് 1932 ഈ തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭണം എന്ന് പറയുന്ന പ്രക്ഷോഭണം നടന്നു. ഈഴവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി ചേർന്ന് സംയുക്ത രാഷ്ട്രീയ സഭയുണ്ടാക്കി. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കരമടച്ചവർക്ക് മാത്രം വോട്ടവകാശമെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. കരമടയ്ക്കുന്നവരാരാ? നായരും നമ്പൂതിരിയും ബ്രാഹ്മണനും. മുന്നോക്ക സമുദായക്കാർ, പിന്നോക്കക്കാർക്ക് കരമടയ്ക്കാൻ അവകാശമില്ല, സ്വന്തം ഭൂമിയില്ല. അതുകൊണ്ട് അതിനെതിരെ രാജാവിനെതിരെ സമരം പ്രഖ്യാപിച്ചു. അതാണ് നിവർത്തന പ്രക്ഷോഭണം. 4 വർഷം ആ പ്രക്ഷോഭണം നടത്തി കേരളത്തിൽ, തിരുവിതാംകൂറിൽ ഈഴവനും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും കൂടി. അതിനുശേഷമാണ് ഇവിടെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത്. രാജഭരണകാലത്തുണ്ടായ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ KPSC ആയി കേരള പബ്ലിക് സർവീസ് കമ്മീഷനാക്കി മാറ്റിയത്. അവർക്ക് വോട്ടവകാശം കൊടുത്തു. എല്ലാ സമുദായങ്ങൾക്കും, പൗരന്മാരായിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തു. അത് നിവർത്തന പ്രക്ഷോഭണം 1932 തുടങ്ങി 1936 അവസാനിച്ചു. എത്ര വർഷമായി? അപ്പോൾ നായരും ഈഴവനും ക്രിസ്ത്യാനിയും മുസ്ലിമും രക്ഷപ്പെട്ടു. അതിന് താഴെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകൾ അനാഥമായി കിടക്കുകയാണ്. ഇനി അതുപോലെ ഒരു പ്രക്ഷോഭണം ഈ സമൂഹങ്ങളെല്ലാം കൂടി ചേർന്ന് നടത്തിയാലേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകൂ എന്നുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങനെയൊരു സമരം നടത്താൻ MBCF മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഞങ്ങളതിന് തയ്യാറാകും എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഇത് ഞങ്ങളുടെ കൂടി മണ്ണാണ്. ഈ നാട്ടിൽ ജനിച്ചവരാണ് ഞങ്ങൾ. ഈ നാട്ടിലെ അവകാശപ്പെട്ടവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തിൻ്റെ സമ്പത്തും അധികാരവും ഉദ്യോഗവും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ അതിലൊരു പങ്ക് ഞങ്ങൾക്ക് കിട്ടണം. അത് കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോകും. ഇനി വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു. ഇനി സംഘത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്, ദേവരാജൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നേരത്തെ, ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 10 വർഷത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, അവസാന കാലത്ത് നമ്മുടെ സമുദായത്തിനൊരു കോളേജ് അനുവദിച്ചു, എയ്ഡഡ് കോളേജ്. 1995 മുതൽ നമ്മൾ നടത്തുകയാണ് കോളേജുകൾ. അന്ന് കരുണാകരൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എയ്ഡഡ് ഒന്നുമില്ല, നിങ്ങൾക്ക് അൺഎയ്ഡഡേ ഉള്ളൂ. ഓ ശരിയേ, അൺഎയ്ഡഡ് അൺഎയ്ഡഡ് നടത്തി അഭിമാനത്തോടെ. 1 രൂപ പോലും ഡൊണേഷനോ കാപ്പിറ്റേഷനോ PTA ഫണ്ടോ ഒന്നും വാങ്ങാതെ, ഒരു കുട്ടിയിൽ 1 രൂപ പോലും ഡൊണേഷൻ വാങ്ങാതെ കേരളത്തിൽ സ്വാശ്രയ കോളേജ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് KVVS ആണ്, വണികവിച്ച സംഘമാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റും. അന്ന് AK ആന്റണി എന്നോട് പറഞ്ഞു, കുട്ടപ്പൻ ചെട്ടിയാരെ, 2 സ്വാശ്രയ കോളേജ് സമം ഒരു എയ്ഡഡ് കോളേജ്, നിങ്ങളിത് മറക്കരുത്. ഈ കോളേജുള്ള കാലം അങ്ങനെ തന്നെ നടത്തണം. ആ വാക്ക് ഇന്നും ഞങ്ങൾ പാലിച്ചിട്ടുണ്ട്. ഇന്നും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് ആ കോളേജുകൾ നടത്തുന്നത്. എന്നിട്ട് അവിടെ പഠിക്കാൻ കുട്ടികളില്ല. അത് കണ്ടിട്ടാണ് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞത്, ഇതുപോലെയൊരു സമ്മേളനത്തിൽ നിങ്ങൾക്കൊരു എയ്ഡഡ് കോളേജ് അനുവദിക്കാൻ തീരുമാനമെടുക്കാൻ പോവുകയാണ്, തീരുമാനമെടുക്കാം, നാളെ വന്ന് എന്നെ കാണാൻ പറഞ്ഞു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. 12 ഏക്കർ സ്ഥലം വാങ്ങി 9 കോടി രൂപ ചെലവഴിച്ച് കെട്ടിടം പണിഞ്ഞു. എല്ലാ സംവിധാനങ്ങളും ഒരുക്കി. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ നോംസും പാലിച്ച് ഗവൺമെൻറ് തീരുമാനമെടുത്ത് പ്രഖ്യാപിച്ചു. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചോക്ക് പീസും ഡസ്റ്ററും വരെ വാങ്ങിച്ച് അത് ഉദ്ഘാടനം ചെയ്തതാണ്. ഗവൺമെൻറ് മാറി വന്നപ്പോൾ ആ ഉത്തരവ് ക്യാൻസൽ ചെയ്തു. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷമായി ഞങ്ങളത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരിക്കൽ മുഖ്യമന്ത്രി പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാൻ. സത്യമാണ്, ഹൃദയവേദനയോടെയാണ് ഞാനിത് പറയുന്നത്. ഹൃദയവേദനയോടെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു വർഷം 25 ലക്ഷം രൂപ പലിശ കൊടുക്കുകയായി ഈ സംഘടന. ഈ ലോകത്ത് വേറൊരു സമുദായത്തിനും ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായിട്ടില്ല. അത്രമാത്രം ദ്രോഹകരമായ നിലപാട്. അതിനെ വെച്ച് വെറുപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇവിടെ ഒരു ഭരണമാറ്റമുണ്ടായി. UDF അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ കോളേജിന് അനുമതി നൽകണമെന്ന് വണികവൈശ്യ സംഘത്തിൻ്റെ ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് UDF നേതാക്കന്മാരോട്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. അതേപോലെയുള്ള കാര്യങ്ങൾ OEC ആനുകൂല്യം അനുവദിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയാണ്.
എത്ര കുട്ടികളാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ സമുദായങ്ങളിൽ നിന്ന്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ വെച്ചു, 6 ലക്ഷം വരുമാന പരിധി. അതാണ് ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ക്രിമി ലെയറിൻ്റെ പരിധി അന്ന് 6 ലക്ഷമായിരുന്നു. ക്രിമി ലെയറിൻ്റെ പരിധി 8 ലക്ഷമാക്കിയിട്ട് 6 വർഷമായി. പക്ഷേ ഇപ്പോഴും OEC വരുമാന പരിധി, ഞങ്ങളുടെ വരുമാന പരിധി 6 ലക്ഷമാണ്. ക്രിമി ലെയറിന് ഉദ്യോഗസ്ഥന്മാരുടെ ജീവനക്കാരുടെ ശമ്പളം പരിഗണിക്കാൻ പാടില്ല, മറ്റ് സ്റ്റാറ്റസാണ്. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവന് കിട്ടത്തില്ല. ആ വിധത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് പരിഹരിക്കണം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലൊഴിച്ച് ഇന്ത്യയിൽ 21 സംസ്ഥാനങ്ങളിൽ നമ്മളെപ്പോലെയുള്ള MBCF വിഭാഗങ്ങൾക്ക് പ്രത്യേകം സംവരണമുണ്ട്, പട്ടികവർഗങ്ങളെപ്പോലെ. ആ സംവരണം ഇവിടെ നടപ്പിലാക്കണം. നമ്മളെപ്പോലെയുള്ള സമുദായങ്ങളെ മോസ്റ്റ് ബാക്ക്വേർഡായി അംഗീകരിക്കണമെന്ന് നിയമമുണ്ട്. സുപ്രീം കോടതി പാസ്സാക്കിയ ജഡ്ജിമെൻറ്റ്, ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം കേരളത്തിലൊഴിച്ച് ഇന്ത്യയിൽ 20 സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി, തമിഴ്നാട് ഉൾപ്പെടെ. അവിടെ MBC എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. കേരളത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ല. പറഞ്ഞാലൊട്ട് മനസ്സിലാകത്തില്ല. ചില ആളുകൾ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക. 14% സംവരണമുള്ള ഒരു സമുദായമുണ്ട് ഇവിടെ കേരളത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ അല്ലെങ്കിൽ അഡ്മിഷനിൽ ആ സമുദായത്തിന് എത്ര സീറ്റാണ് സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. 10,000 സീറ്റ് ഇവിടെ കേരളത്തിലുണ്ടെങ്കിൽ 10,000 അല്ലെങ്കിൽ 100 14 ഇൻറ്റു നിങ്ങൾ കൂട്ടി നോക്ക്. ആയിരക്കണക്കിന് സീറ്റുകൾ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമുക്ക് ഈ 140 സമുദായങ്ങൾക്ക് കൂടി 3%, 10ാമത്തെയും 40ാമത്തെയും 90ാമത്തെയും. ആ കഴിഞ്ഞ ആഴ്ചയിൽ 28 സമുദായങ്ങളെ ഈ ഗ്രൂപ്പിൽ കൂട്ടിച്ചേർത്തു. അത് അങ്ങനെയാണ് 161 എന്ന് രാമേന്ദ്ര സാർ ഇവിടെ സയൻസ് സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചത്. എന്ത് നീതിയാണ് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചവരല്ലേ, ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, ഞങ്ങൾക്ക് നീതി കിട്ടണ്ടേ? ഞങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗ രംഗത്തുമൊക്കെ കടന്നു വരണ്ടേ? അതുകൊണ്ട് 1964 നടപ്പിലാക്കിയ KPCR എന്നൊരു സംവിധാനമുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും KPCR എന്ന്. എന്താ KPCR? കുമാരവിള കമ്മീഷൻ റിപ്പോർട്ട്. എന്നാ കുമാരവിള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് 1966. 1966 നടത്തിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയ അശാസ്ത്രീയമായ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംവരണം വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. എത്ര വർഷമായി? 60 വർഷമായി. ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ആദരണീയനായ CP ജോൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ കാര്യഗൗരവമായി ആലോചിക്കുകയും അതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നയാളാണ്. ഞങ്ങൾക്കറിയാം. വർഷങ്ങളായി ഏറ്റവും അടുത്ത കുടുംബാംഗമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് CP ജോൺ. അദ്ദേഹത്തിന് അറിയാം ഈ വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് അടിയന്തിരമായി സംവരണ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കാൻ കമ്മീഷൻ നിയമിക്കണം. ആ കമ്മീഷനിൽ ഈ സമുദായത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണം, ഈ MBCFൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണം. ഞങ്ങൾക്ക് കൂടി പറയാനുള്ളത് കേൾക്കാനുള്ള അവസരമുണ്ടാകണം. അതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി UDFൻ്റെ ഏകോപന സമിതി നേതാക്കന്മാർക്കും അതുപോലെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാൻ നിശ്ചയിച്ചിട്ടുള്ളൊരു കമ്മിറ്റിയുണ്ട്. ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിലുള്ള. CP ജോണും ദേവരാജനും ഒക്കെ അതിനകത്തുണ്ട് എന്ന് എനിക്കറിയാം. ആ പ്രകടന പത്രിക കമ്മിറ്റിക്ക് MBCFൻ്റെയും പണികവീശ സംഘത്തിൻ്റെയും ഏറ്റവും പ്രധാനമായ ജീവൽ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിശദമായ രൂപരേഖ നൽകുന്നതാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കാനും വരുന്ന ഗവൺമെൻറ് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ശരി, ഹൃദയവേദനയോടെയാണെങ്കിലും അഭിമാനത്തോടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തി നിങ്ങളെല്ലാം ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ദേവരാജൻ ഉള്ളതുകൊണ്ട് ആദരണീയനായ MM ഹസനും CP ജോണും ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ ക്ഷണിച്ചിട്ടല്ല. അങ്ങനെ ഈ സമുദായ അംഗമായി ജനിച്ച SLC ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊല്ലം ടൗൺ ശാഖയുടെ സെക്രട്ടറിയായി പണികവൈശ്യ സംഘത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന, അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ സെക്രട്ടറിയായി
തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ഭംഗിയായി അഭിമാനത്തോടെ കൊല്ലം ജില്ലയിലെ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ പരിശ്രമിച്ച, അന്ന് മുതൽ ഇന്ന് വരെ ഈ സമുദായത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ സ്വന്തം കുടുംബാംഗം ദേവരാജൻ ജയിച്ച് അസംബ്ലിയിലെത്തി മന്ത്രിയാകാൻ സ്വപ്നം കാണുന്ന ഈ സമൂഹത്തിന് ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയട്ടെ, അതിന് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് KVBS. ബഹുമാന്യനായ അധ്യക്ഷൻ, കേരള വണിക വൈശ്യ സംഘത്തിൻ്റെ പ്രസിഡന്റ്, ഞങ്ങളുടെ എല്ലാം പ്രിയ സുഹൃത്ത് CS കുട്ടപ്പൻ ചെട്ടിയാർ, വണിക വൈശ്യ സംഘത്തിൻ്റെ നേതാവും ദേശീയ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രമുഖനുമായ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ ദേവരാജൻ, UDFൻ്റെ സെക്രട്ടറിയും CMPയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ CP ജോൺ, വണിക വൈശ്യ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ ചെട്ടിയാർ, ശ്രീ മോഹനൻ, ശ്രീ സുബ്രഹ്മണ്യൻ ചെട്ടിയാർ, ശ്രീ മണികണ്ഠൻ, വേദിയിലുള്ള മറ്റ് നേതാക്കളെ, വണിക വൈശ്യ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചിരുന്ന പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പെട്ടെന്നാണ്, ഇന്നലെ വൈകുന്നേരമാണ് AICCയിൽ നിന്ന് ഇന്ന് അദ്ദേഹം അടിയന്തരമായി ഡൽഹിയിലെത്തണം എന്നറിയിച്ചു. UDF പുതുയുഗ യാത്ര, അദ്ദേഹം നയിക്കുന്ന പുതുയുഗ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ഒരവധിയുള്ള ദിവസമാണ്. പക്ഷെ അടിയന്തരമായി ഡൽഹിയിൽ പോകാൻ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഇലക്ഷൻ കാലമായതുകൊണ്ട് ആവശ്യപ്പെടുമ്പോൾ ഒരു തരത്തിലും അദ്ദേഹത്തിന് അത് മാറ്റിവെക്കാനാവാത്തത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്താതിരുന്നത്. ഇപ്പോൾ അല്പം ഒരു അരമണിക്കൂർ മുമ്പ് ഡൽഹിയിലെത്തിയ പ്രതിപക്ഷ നേതാവ് ശ്രീ ദേവരാജനെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടിയന്തരമായി പോകേണ്ടി വന്ന സാഹചര്യം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശാനുസരണമാണ് ശ്രീ ദേവരാജൻ എന്നെ രാവിലെ ക്ഷണിച്ചപ്പോൾ ഞാൻ നിർബന്ധമായും ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. വണിക വൈശ്യ സംഘത്തിൻ്റെ ഒട്ടേറെ സമ്മേളനങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ കുട്ടപ്പൻ ചെട്ടിയാരുമായി ദീർഘകാലത്തെ സൗഹൃദവും സഹകരണവുമുള്ള ഒരാളാണ് ഞാൻ. ഇതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണെന്ന് എൻ്റെ ഓർമ്മ, കുത്തിരിക്കണ്ടത്ത് തന്നെ ഒരു സമ്മേളനം നടക്കാൻ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അന്ന് ഞാൻ ആ സമ്മേളനത്തിൽ വന്നത് ഓർക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് ഒരു അനാദരവ് കാണിച്ചതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം കൂടി കണക്കിലെടുത്താണ് ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത്. ശ്രീ കുട്ടപ്പൻ ചെട്ടിയാരും സ്വാഗത പ്രാസംഗികനും പറഞ്ഞ കാര്യങ്ങളോടെല്ലാം 100% യോജിപ്പുള്ളവരാണ് ഞങ്ങളെല്ലാം. കാരണം ഭരണഘടനാപരമായി നിങ്ങൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ അതുപോലെ തന്നെ ഉദ്യോഗ സംവരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അനീതി അനുഭവിക്കുന്ന ഒരാളുകളാണ് അതിപിന്നോക്ക വിഭാഗക്കാരായ ആളുകൾ. 10% സംവരണം ഉണ്ടായിരുന്നത് ഏതാണ്ട് ലോപിച്ചിപ്പോൾ 3% മാറി. 140 സമുദായങ്ങൾ, അതർ ബാക്ക്വേർഡ് ഹിന്ദു കമ്മ്യൂണിറ്റീസ് 140 സമുദായങ്ങൾക്കായി ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നത് കേവലം 3%. ആ കണക്ക് തന്നെ എത്ര വലിയ അനീതിയാണ്. ഭരണഘടനാപരമായി നിങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ അങ്ങേയറ്റത്തെ അനീതി പ്രകടമാക്കുന്നതാണത്. സാമൂഹ്യ നീതി ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണഘടനയുടെ
പരിരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത ഒരു ഗവൺമെൻറ്റിനുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ തന്നെ കവർന്നെടുത്ത് ഈ നിലയിലാക്കിയതിന് പ്രധാന ഉത്തരവാദികൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്കുകളെ കൂടുതൽ സ്വാധീനിക്കുക. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ജാതി മത വികാരങ്ങൾ പരമാവധി ചൂഷണം ചെയ്യുക, പരസ്പരം ജാതി മത വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവരെ ഈ തരത്തിൽ സൈഡ് ലൈൻ ചെയ്ത് അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തതിൻ്റെ പ്രധാന കാരണം അതാണ്. എൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. CP ജോണും ആ കാര്യങ്ങൾ ഇവിടെ പറയും. പക്ഷെ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം ഞങ്ങൾ വോട്ട് ബാങ്കാണെന്ന് സ്ഥാപിക്കുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശക്തി തെളിയിച്ചുകൊണ്ട് ആ നിങ്ങളുടെ അവകാശവാദം പ്രാവർത്തികമാക്കുകയും ചെയ്യുമെന്നാണ് ഇവിടെ കുട്ടപ്പൻ ചെട്ടിയാർ പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കുമ്പോൾ UDFൻ്റെ ഭാഗത്ത് നിന്ന് ഞാനിതാ 2 UDFൻ്റെ പ്രമുഖരായ നേതാക്കളെ കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, UDF നിങ്ങളൊരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ നിങ്ങൾ നേരിടുന്ന അവഗണനയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും എന്ന് ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സംവരണ കാര്യത്തിൽ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനുവദിച്ച വെളിയത്തെ ആ കോളേജ് പൂട്ടിയിട്ടിരിക്കുക. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യം മന്ത്രിസഭ തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ വണിക വൈശ്യ സംഘത്തിൻ്റെ വെളിയത്തെ കോളേജ് തുറക്കാൻ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികളായി. അതോടൊപ്പം തന്നെ ഈ ആവശ്യങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കും എന്ന് UDFൻ്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിക്കും എന്നുകൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് വന്നിവിടെ പറയേണ്ടതായിരുന്നു. അദ്ദേഹവുമായിട്ട് കൂടെ സംസാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് UDFൻ്റെ ഭാഗത്ത് നിന്ന് ഈ അനീതി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും അധികാരത്തിലെത്തിയാൽ UDF നടത്തും. പക്ഷെ നിങ്ങളും കേരളത്തിലെ ജനങ്ങളും ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. രാഷ്ട്രീയമൊന്നും ഇവിടെ പറയാൻ ഞാൻ സമയം അപഹരിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മൾ കാണുന്ന സംഭവങ്ങൾ എന്താ, ഓരോ ദിവസവും ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്താ. ഇപ്പോൾ കണ്ടില്ലേ, ഏറ്റവും അവസാനം വന്നപ്പോൾ കഴിഞ്ഞ 5-10 വർഷമായി ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻകാർക്ക് അവരുടെ 1.25 ലക്ഷം കോടി രൂപ കവർന്നെടുത്തു. ഇപ്പോൾ അവർ കഴിഞ്ഞ 5 വർഷമായി സർക്കാരിൻ്റെ പിന്നാലെ നടക്കുക. ശമ്പള കമ്മീഷനെ നിയോഗിക്കണം. സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകാൻ പോകുമ്പോൾ ഒരു ശമ്പള കമ്മീഷനെ വെച്ചിരിക്കുക. 3 മാസം കൊണ്ട് റിപ്പോർട്ട് തരണം. 3 മാസം കൊണ്ട് സെക്രട്ടേറിയറ്റിൽ ഈ ശമ്പള കമ്മീഷൻ ഇരിക്കാൻ ആഫീസും മേശയും കസേരയും കിട്ടില്ല. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ 60 ലക്ഷം പെൻഷൻകാരില്ലേ, അവരുടെ അവസ്ഥ എന്താ? നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികൾ, ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ വാങ്ങി ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ നിങ്ങളിൽ പലരും ആ കൂട്ടത്തിലുണ്ടാവും. എത്ര നാളായി പെൻഷൻ കിട്ടിയിട്ട്? എന്നാൽ സർക്കാർ ആഡംബരത്തിനും ദൂരത്തിനും എല്ലാം കുറവുണ്ടോ? കോടിക്കണക്കിന് രൂപയല്ലേ ഈ വാർഷിച്ച് സഖാക്കന്മാരെ വച്ച് വോളണ്ടിയർമാരെ വച്ച് 20 കോടി രൂപ ചെലവാക്കി നവകേരള സർവേ നടത്തുക. അങ്ങനെ ഓരോന്നും ഇതൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ട് ആണ് അവർ ഒരു ഭരണമാറ്റത്തിനുള്ള അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോകുന്നത്. അഴിമതിയുടെ കാര്യം, അക്രമത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി പറയുകയാണ്. എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതിനേക്കാളെല്ലാം ഈ രാജ്യത്തെ
പാവപ്പെട്ടവരെ, പിന്നോക്ക വിഭാഗങ്ങളെ, അതുപോലെ തന്നെ തൊഴിലാളികളെ ഒക്കെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഇനി അധികാരത്തിൽ വരരുത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം നിർത്താം. ജാതി സംവരണം വേണം, ജാതി സർവേ നടത്തണമെന്ന് ശക്തമായി ഇന്ത്യയിൽ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം അതിനെ ശക്തമായി BJP ഗവൺമെൻറ് എതിർക്കുകയാണ്. ഇവിടെ പറഞ്ഞല്ലോ 1934 ബ്രിട്ടീഷുകാരുടെ കാര്യത്താണ് അത് സംഭവിച്ചത്. അന്ന് ഇന്ത്യ പാകിസ്ഥാനും ഒന്നായി കിടക്കുന്ന കാലത്ത്, ആ കാലത്ത് നടത്തിയ ഒരു ജാതി സർവേക്ക് ശേഷം ഇതിനുവേണ്ടി ശക്തമായ ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. കോൺഗ്രസ് ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ കണ്ടല്ലോ, ദേവരാജൻ പറയായിരുന്നു, തെലങ്കാനയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം അനുവദിച്ചു കഴിഞ്ഞു. കർണാടകയിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെയും അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തീർച്ചയായിട്ടും അധികാരത്തിൽ വരാൻ ജനങ്ങൾ നമുക്ക് അനുവാദം നൽകിയാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനുള്ള ആലോചനയിൽ അതും നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതും പരിഗണിക്കാവുന്നതുമായൊരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി ഒരു ജനകീയ സർക്കാരിനെ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ആ പോരാട്ടം, അതിൽ മുഖ്യ പങ്കാളികളാകാൻ നിങ്ങൾ തയ്യാറാവും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ മുന്നേറ്റം, ആ നിങ്ങളെ ശരിക്കുള്ള പോരാട്ടം പൂർണ്ണ വിജയത്തിലെത്താൻ നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാം. അതോടൊപ്പം അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിക്കുന്ന തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ ഇതും പ്രധാനമായി നമ്മൾ നടപ്പിലാക്കുമെന്നുകൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ സ്പെഷ്യൽ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദനം. എനിക്ക് കഴിഞ്ഞ 40 വർഷമായി സ്നേഹബന്ധമുള്ള എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എസ് കുട്ടപ്പൻ ചെട്ടിയാർ, അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MM ഹസൻ, എൻ്റെ സഹപ്രവർത്തകനും നേതാജി സ്ഥാപിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനമായ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ദേവരാജൻ, ഇവിടെ സന്നിധരായിട്ടുള്ള ഈ സംഘടനയുടെ നേതാക്കൾ സി അർജുനൻ, അതേപോലെ തന്നെ രാമസ്വാമി ചെട്ടിയാർ, ജി നിശികാന്ത്, M രവീന്ദ്രൻ, സുബ്രഹ്മണ്യൻ ചെട്ടിയാർ, M മോഹനൻ, A മണികണ്ഠൻ, പ്രദീപ് കുമാർ, MG മഞ്ചേഷ്, N ശ്രീരംഗൻ, പ്രൊഫസർ A ഗോപാലകൃഷ്ണൻ, AS വിനോദ് രാജ്, വിജയൻ വർക്കല തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ വണിക വൈശ്യ സംഘത്തിൻ്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, എന്നെ ദേവരാജനാണ് ഇന്ന് ഇവിടെ വരാൻ ക്ഷണിച്ചത്. സത്യത്തിൽ ഞാനിവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളിൽ ഒരാളായിട്ടാണ് എന്നെ പരിഗണിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഞാൻ നിങ്ങളെയും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. എത്രയോ കാലമായി എൻ്റെ നേതാവായിട്ടുള്ള MV രാഘവൻ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മുതൽ ഞങ്ങൾക്ക് അനേക കുടുംബ ബന്ധങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ്.
എൻ്റെ പാർട്ടിയായ CMPയിൽ ധാരാളം നിങ്ങളുടെ സമുദായ അംഗങ്ങൾ ഉണ്ട്. നമ്മുടെ കുട്ടപ്പൻ ചെട്ടിയാരുടെ സഹോദരൻ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരായ നേതാക്കളിൽ ഒരാളായി. അങ്ങനെ എത്രയോ ആളുകളുമായി, അത് കുട്ടപ്പൻ ചെട്ടിയാർക്ക് അറിയാം, നല്ല ബന്ധമാണ്. മാത്രമല്ല UDFനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംഘടനയെപ്പോലെ UDFനെ ആത്മാർത്ഥമായി നിരന്തരമായി സ്നേഹിച്ച ഒരു സമുദായ പ്രസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വിരളമാണ്, വളരെ കുറവാണ് എന്നെനിക്ക് പറയാൻ സാധിക്കും. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ നിങ്ങളുടെ ആളുകളുണ്ട്, കുട്ടപ്പൻ ചെട്ടിയാരും സുഹൃത്തുക്കളും ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10 വർഷത്തിലധികമായി ഇപ്പോൾ നമ്മുടെ ദേവരാജൻ, അദ്ദേഹം UDFൻ്റെ തലമുതിർന്ന നേതാവായി മാറിക്കഴിഞ്ഞു. 10 വർഷം മുമ്പാണ് ഫോർവേഡ് ബ്ലോക്കിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നണിയിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം കുറേ കൂടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾക്ക് കിട്ടി എന്നും നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം, വെളിയത്ത് ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിൻ്റെ കലാലയത്തിന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ജൂൺ 1-ാം തീയതി ആ പൂട്ട് നമ്മൾ പൊളിക്കും. അവിടെ ദേവരാജന് സംശയമുണ്ടോ? ഇല്ല, ഞാൻ പറയാണ്. അടുത്ത ക്യാബിനറ്റിൽ കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെൻറ് വരും, അന്ന് ആ പൂട്ട് പൊളിക്കും. അവിടെ ഒരു കോളേജ് നിങ്ങൾക്കുണ്ടാവും. ഇത്രയും വലിയൊരു വഞ്ചന നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഇത്രയും വലിയ വഞ്ചന. രണ്ടാമത്തെ കാര്യം പ്രാതിനിധ്യമാണ്. ഞാനിപ്പോൾ സംവരണം എന്ന് പറയുന്നതിന് പകരം കൂടുതലും പ്രാതിനിധ്യം എന്നാണ് പറയുന്നത്. അതിൽ തെറ്റില്ല, അതല്ലേ ശരി. റെപ്രസെൻറ്റേഷൻ. സംവരണം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ വലിയ ഒരു പ്രത്യേക ഒരു വാക്ക്. ഞാനിപ്പോൾ കുട്ടപ്പൻ ചെട്ടിയാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിൽ പല കമ്മ്യൂണിറ്റികളിലും പെട്ട ഒരാൾ പോലും കേരള ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നില്ല, ഒരാൾ പോലും. അത്തരം സമുദായങ്ങൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്ന പഴയ ആയുധം എടുത്ത് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ചെയ്യുമെന്ന് പറയുകയല്ല, പക്ഷെ ചെയ്യേണ്ടി വരും. അത്തരം സമുദായങ്ങളെക്കുറിച്ച് ഇനി കമ്മീഷനൊന്നും ആവശ്യമില്ല. കമ്മീഷൻ വെച്ചാൽ പോയി, 5 കൊല്ലം പോയി. കമ്മീഷനൊന്നും വേണ്ട. വളരെ ഹ്രസ്വമായ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത സമുദായങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ കൂടി കൊണ്ടുവരുവാൻ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്ന് നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഒപ്പം തന്നെ ജോയ് ഇവിടെ എത്തി. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് റെഡിയായിട്ട് നിൽക്കുക. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം EWS ആണ്. EWSനെ കുറിച്ച് താത്വികമായി നമുക്ക് പലതും പറയും. ഞങ്ങളതിനെ എതിർത്തവരാണ്. കേരളത്തിലെ മിക്കവാറും പാർട്ടികൾ അതിനെ അനുകൂലിച്ചവരുമാണ്. പക്ഷേ EWS ഇപ്പോൾ റിയാലിറ്റിയാണ്. സുപ്രീം കോടതിയിൽ പോയിട്ടും EWS നിലനിന്നു. പക്ഷേ ഇന്ന് EWSൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു കാലത്ത് സംവരണം കൊടുത്താൽ കുറഞ്ഞ മാർക്കുള്ളവർ കയറിപ്പോകുമോ എന്ന് ഭയന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും എന്ന് ഭയന്ന ആളുകൾ ഇപ്പോൾ ഒരു ഭയമില്ല. OBC വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന മാർക്കിനേക്കാൾ കുറഞ്ഞ മാർക്ക് നേടിയാലും EWSൽ അഡ്മിഷൻ കിട്ടും. അതാണ് വിഷയം. ജോയ് അത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. OBC വിഭാഗങ്ങളെക്കാൾ കുറഞ്ഞ മാർക്കിൽ പ്രവേശന പരീക്ഷ എഴുതിയാൽ EWSന് കിട്ടും. അതാണ് പ്രശ്നം. അപ്പൊ EWSന് കിട്ടിയെന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം. EWS OBCയുടെ മുന്നിൽ പോയി. എങ്ങനെ? മാർക്ക് കുറഞ്ഞ കാര്യത്തിൽ. ഉദാഹരണത്തിന് 100 മാർക്കുള്ള OBCക്കാരന്
ഒരു നിശ്ചിത ഒരു പോസ്റ്റിൽ കിട്ടിയെങ്കിൽ 50 മാർക്കുള്ള EWSകാരന് കിട്ടും. കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തിയററ്റിക്കൽ അല്ല, പ്രാക്ടിക്കൽ. അപ്പോൾ OBC വിഭാഗങ്ങൾക്കുണ്ടായിട്ടുള്ള വലിയൊരു ആഘാതമുണ്ട്. ഇതുണ്ടാകുമെന്ന് പറഞ്ഞു, അത് പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. 10% എന്നുള്ളത് എല്ലാ പാർട്ടിയും കൂടെ അംഗീകരിച്ചു. മുസ്ലിം ലീഗ് മാത്രമാണ് അത് അംഗീകരിക്കാതിരുന്നത്. അതും അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗ് മാത്രമാണ് ഇന്ത്യയിൽ പാർലമെന്റിൽ അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ നിങ്ങൾ കേട്ടോളണം. പക്ഷേ എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ ഇന്നത്തെ പൊസിഷൻ എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കണ്ടേ? അതിനെ പഠിച്ചുകൊണ്ട് എല്ലാ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്നത് എല്ലാ സമുദായങ്ങളിലേക്കും മാറ്റണം. അതാണ് വിഷയം. ഇടതുപക്ഷ കക്ഷികൾ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. എല്ലാ കക്ഷികളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഇപ്പം ഞാനിപ്പോൾ ഇതിനെ എതിർത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ സുപ്രീം കോടതി വിധിയും കൂടെ വന്നതോടുകൂടി പാർലമെൻറ്റിൻ്റെ ഭരണഘടനാ ഭേദഗതിയും വന്നു, സുപ്രീം കോടതി വിധിയും വന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സിമ്പോസിയത്തിൽ പ്രസംഗിക്കാമെന്നല്ലാതെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് എ റിയാലിറ്റി. ലോ ഓഫ് ദ ലാൻഡ് ആയി മാറി. പക്ഷെ ആ ലോ ഓഫ് ദ ലാൻഡ് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടണം. അതിൻ്റെ അനോമലീസ്, അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്നേഹിതന്മാരെ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കി കഴിഞ്ഞു, എന്ന് നിർത്തുകയാണ്. ഇതുപോലെ കാതലായ പ്രശ്നങ്ങളുണ്ട്. ആ കാതലായ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇത്രയും സങ്കീർണമല്ലാത്ത ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്, ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, കോൺസെപ്ച്വലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ മൺപാത്ര തൊഴിലാളികൾ നിങ്ങളുടെ ഈ ഇതിൽ വരില്ലേ? പക്ഷേ അവർക്ക് ഞാൻ പ്ലാനിംഗ് ബോർഡിലുള്ള സമയത്ത് ആദ്യമായി മൺപാത്ര തൊഴിലാളികൾക്ക് ഒരു സ്കീം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അങ്ങനെ ഓരോരോ കമ്മ്യൂണിറ്റികളെയും എടുത്തെടുത്ത് പരിശോധിക്കണം. പരിശോധിച്ച് ആ ഓരോ കമ്മ്യൂണിറ്റിയുടെയും പ്രാതിനിധ്യം, അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എപ്പോഴും നിങ്ങളുടെ ഒരാളായി എന്നെ കണക്കാക്കിയിട്ടുണ്ട്. തുടർന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിൻ്റെ അർത്ഥം മറ്റുള്ള അതുപോലെ തന്നെ ഇപ്പോൾ ക്ഷേമനിധികൾ, അതിൽ സമുദായ അംഗങ്ങൾക്ക് തിരിച്ചിട്ടുള്ളതല്ല. ക്ഷേമനിധികൾ വലിയ പ്രതിസന്ധിയിലാണ്. ആ ക്ഷേമനിധികളിൽ അംഗങ്ങളായ നിരവധി തൊഴിലാളികളുണ്ട്. എല്ലാ സമുദായത്തിലും എന്താ പറയുക, ഫോർവേഡ് കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ജനറൽ കമ്മ്യൂണിറ്റിയിലും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലുള്ളവരുണ്ട്. ആ ക്ഷേമനിധികളുടെ പ്രവർത്തനം ശക്തമാക്കണം. ഇതുപോലുള്ള സമുദായങ്ങളുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി, നമസ്കാരം. നമ്മുടെ എല്ലാം നേതാവായ പ്രിയങ്കരനായ ശ്രീ എസ് കുട്ടപ്പൻ ചെട്ടിയാർ സാറ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത UDFിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ MM ഹസൻ, അല്പം മുൻപ് നമ്മളോട് സംസാരിച്ച ശ്രീ CP ജോൺ അവറുകൾ, അതേപോലെ തന്നെ നമ്മളെ അഭിസംബോധന ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ G ദേവരാജൻ അവറുകൾ, അതേപോലെ തന്നെ ശ്രീ ജോയ് സാർ അടക്കമുള്ള ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ KVVSൻ്റെ ഈ സ്പെഷ്യൽ സമ്മേളനത്തിന് MBCFൻ്റെ ഒപ്പം തന്നെ എൻ്റെ സമുദായ സംഘടനയായ കേരള ഗണക മഹാസഭയുടെ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാരെ കൂടെ കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന കണ്ടുപോകുന്നു. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഈ കൂടിച്ചേരൽ നമ്മൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഒരു സമ്മേളനത്തിന് വരണം, പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് മാറി നിൽക്കും.
ഞങ്ങളുടെ ഒരു സമ്മേളനം ഈ മാർച്ച് 1 വെക്കാനിരുന്നതാണ്. അപ്പോഴാണ് കുട്ടപ്പൻ സാറ് മാർച്ച് 1 ഈ സമ്മേളനം വെച്ചു. വിനീഷ് ചവളർ സൊസൈറ്റിയുടെ സമ്മേളനം SRVCSൻ്റെ ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റിയുടെ പരിപാടി തൃശ്ശൂരും വെച്ചു. ഞങ്ങളുടെ വനിതാവേദിയുടെ സംസ്ഥാന സമ്മേളനം ചെങ്ങന്നൂരിൽ വെക്കാനിരുന്നതാണ്. ഇന്ന് 2500-ലേറെ വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂരിൽ അതിഗംഭീരമായൊരു പ്രകടനത്തോടു കൂടി ഇന്ന് സമ്മേളനം നടത്താനിരുന്നത് ഞങ്ങൾ ഏപ്രിൽ 2 മാറ്റി. അപ്പോൾ അന്നേരം വന്ന കുറച്ച് കമൻറ്റുകളാണ്, അന്നൊരു മരണമുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്നൊക്കെ ആളുകളുടെ കമൻറ്റ്. ഏപ്രിൽ 2 അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു പരിപാടി ഒഴിവാക്കാൻ നോക്കുന്ന, അറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ ചോദിച്ചു, ഏപ്രിൽ 2 മരിക്കുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഇപ്പോഴേ അദ്ദേഹത്തിനൊരു അന്ത്യോപചാരം ഇപ്പോഴേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞേക്കാമല്ലോ. സാറേ തെറ്റിപ്പോയി, കല്യാണമായിരുന്നു. 2 അടിയന്തരമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇതേപോലെയുള്ള പരിപാടികളിൽ വിട്ടു നിൽക്കാൻ ആണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഞാനും ഈ വന്ധ്യവയോധികനായ പരിണതപ്രജ്ഞനായ കുട്ടപ്പൻ സാറിന് വയസ്സാതെന്ന് പറയാൻ പറ്റത്തില്ല, 70 കഴിഞ്ഞവരൊക്കെ ഞങ്ങൾ അങ്ങനെ പറയുന്നത്. അദ്ദേഹം എന്നേക്കാൾ ചുറുചുറുക്കോടെ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതും സാറാണ്. ആദ്യം പരിപാടിയിൽ അദ്ദേഹമാണ് പങ്കെടുക്കാൻ എത്തുന്നത്. എവിടെ ചെന്നാലും ഞാൻ ചോദിച്ചു, സാർ ഇത്രയും ജില്ലയിലൊക്കെ സാറ് വരാമോ? എന്നോട് പറഞ്ഞു, അത് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ സമയത്തിന് അവിടെ എത്തും. അവിടെ ആദ്യം എത്തുന്ന സാറാണ്. കാരണം ഇത്രയും സമുദായങ്ങൾ, 30ഓളം സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ, 30 സമുദായങ്ങളല്ല കേട്ടോ, 30 സമുദായ കൂട്ടായ്മകളാണ്. ഇപ്പം ഞങ്ങൾ ഗണക സമുദായം എന്ന് പറഞ്ഞാൽ പണിക്കരുണ്ട്, കണിയാർ പണിക്കരുണ്ട്, കളരിപ്പണിക്കരുണ്ട്, കളരിക്കുറുപ്പുണ്ട്, കണിസൻ, കമ്നൻ, ബില്യ, ഇങ്ങനെ ഒരുപാട് 10-11 പേരുകളാണ്. അവരെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയുണ്ട്, റെഡ്ഡിയാറുണ്ട്, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ, ചെട്ടിമാരുണ്ട്, അങ്ങനെ വിവിധ വിഭാഗങ്ങൾ. അങ്ങനെയുള്ള 30 സമുദായ കൂട്ടായ്മയുടെ അനിഷേധ്യനായ നേതാവാണ് കുട്ടപ്പൻ ചെട്ടിയാർ സാർ. ചിന്നിച്ചിതറിക്കിടക്കുന്ന ജനസമൂഹങ്ങളെ, ചിലതൊക്കെ എല്ലാ ജില്ലകളിലുമുണ്ട്, ചിലവരെല്ലാം ഒരു ജില്ലയിൽ മാത്രമേ ഉള്ളൂ, ചിലവരെല്ലാം ഒരു താലൂക്കിൽ മാത്രമാണ്, ചിലതൊക്കെ ഒരു പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന സമുദായങ്ങളാണ്. അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കുടക്കീഴിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെ കാലമായി മുൻപോട്ട് നയിക്കുന്ന ഈ അമ്മ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയാണ് ചിറകിനടിയിൽ വെച്ച് കാത്തു സൂക്ഷിക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ? പരുന്തും കാക്കയും ഒന്നും കൊത്തിക്കൊണ്ട് പോകാതെ അതേപോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 30 വർഷക്കാലം ഈ സമുദായങ്ങളുടെയൊക്കെ നേതാവായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ കുട്ടപ്പൻ ചെട്ടിയാരും ഒപ്പം നടത്തുന്ന ഓരോ യാത്രകളും ഓരോ ജീവിതത്തിലെ അനുഭവങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഒരു മുറിയിൽ കിടന്നാണ് ഉറങ്ങുന്നത്, ഹോട്ടലുകളിൽ. അത് പാലക്കാടായാലും വയനാട്ടിലായാലും അത് കോഴിക്കോടായാലും കാസർഗോഡായാലും. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ സമുദായത്തെ കാണുന്നത്, തൻ്റെ സമുദായങ്ങളെ കാണുന്നത് എന്നാണ്. അദ്ദേഹം ഒരിക്കലും വണിക വൈശ്യ സംഘത്തിൻ്റെ മാത്രം നേതാവല്ല, ഞങ്ങളുടെ അടക്കം 30 സമുദായ കൂട്ടായ്മകളുടെ കൂടി അനിഷേധ്യനായ സാമുദായിക ആചാര്യനാണ്. നിങ്ങൾക്ക് മാത്രം അദ്ദേഹത്തെ ഞങ്ങൾക്ക് വിട്ടുതരാൻ മനസ്സില്ല. ഞങ്ങളുടെ വീട്ടിലും ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും. ഞങ്ങൾക്കെന്നും ആരാധിക്കുവാനും ഞങ്ങൾക്കെന്നും പൂവിട്ട് പൂജിക്കുവാനും ഒരു ബിംബമായി ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ സാർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തി നിങ്ങൾ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. നമ്മളൊരു പരിപാടി വെച്ചാൽ പലർക്കും നടക്കാൻ വയ്യ, ഒരു മാർച്ച് വെച്ചാൽ നടുവിന് വേദന, വിയർപ്പിൻ്റെ അസുഖം, വെയിൽ കൊണ്ടാൽ കറക്കും, വിയർപ്പുകൾ ഒഴുകും, നടുവിന് വേദനയെ ഒന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്ന നമ്മുടെ സമൂഹങ്ങൾ അവർ മനസ്സിലാക്കണം, അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, MBCF എന്ന് പറയുന്ന സമൂഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഇത് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ നേതാക്കളെയും ഇത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കഴിഞ്ഞ 10 വർഷമായി അടച്ചു പൂട്ടിയിടപ്പെട്ട ഒരു കോളേജ്, എല്ലാ വർഷവും 25 ലക്ഷത്തോളം രൂപയാണ് അതിൻ്റെ പലിശ തന്നെ കൊടുക്കുന്നത്. എന്ത് നീതികേടാണ്! നമ്മളോട് മാത്രമേ ഇത് കാണിക്കാൻ ധൈര്യപ്പെടുകയുള്ളൂ, നമ്മളോട് മാത്രമേ അവരിത് കാണിക്കുകയുമുള്ളൂ.
നമ്മൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അഥവാ നമ്മളൊരൊറ്റ സമൂഹമല്ല, നമ്മളൊരു വോട്ട് ബാങ്ക് അല്ല എന്നൊരു തോന്നലിലാണ് നമ്മളോട് ഈ നെറികേട് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മളോട് അങ്ങനെ നെറികേട് കാണിച്ചിട്ട് നമ്മുടെ വോട്ട് വാങ്ങിച്ച് അങ്ങനെ വിജയിക്കണ്ട എന്ന് പറയാനുള്ളൊരു ആർജവം നമ്മൾക്കുണ്ടാവണം. അങ്ങനെ പറയാൻ കഴിയാതെ പോകുന്നതാണ് നമ്മളുടെ പരാജയത്തിൻ്റെ കാരണം. അതുകൊണ്ട് ആ പൂട്ട് പൊളിക്കണമെങ്കിൽ, ആ പൂട്ട് തുറക്കണമെങ്കിൽ ഒരു താക്കോല് വേണം. ആ താക്കോല് ആര് കൊടുക്കണം? നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരവസരം ഇവിടെ ഉണ്ടാക്കണം. അത് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ എല്ലാം, ഞാൻ വണിക വൈശ്യ സമൂഹത്തിലെ ആളല്ലെങ്കിൽ പോലും ഞങ്ങളുടെ കൂടി പ്രതിനിധിയായിട്ട് ഞങ്ങൾ മുൻപോട്ട് വിടുന്ന ഒരാളുണ്ട് ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്നു. ഇന്ത്യ മുഴുവൻ ബഹുമാനിക്കുന്ന, ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുമാനിക്കുന്ന, പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഇന്ത്യയുടെ എല്ലാവർക്കും സമ്മതനായ ഒരു നേതാവ് ശ്രീ ജി ദേവരാജൻ. അവർ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി ഇപ്പോൾ ഞങ്ങളുടെയും ഭാഗമാണ്. ഞങ്ങളുടെ ഓരോ വോട്ടും അദ്ദേഹത്തിന് നിയമസഭയിൽ എത്തുവാനുള്ള ഒരു വഴിയായിട്ട് ഞങ്ങൾ വിനിയോഗിക്കുമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അതിനൊരു മാറ്റവുമില്ല. ഈ 30 സമുദായങ്ങൾ ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ ഏത് സമുദായത്തിലായാലും അദ്ദേഹം വന്നാൽ നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾക്ക് നിയമസഭയിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന്, നമ്മുടെ ശബ്ദമായിട്ട് നിയമസഭയിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന്, അദ്ദേഹത്തെ വിജയിപ്പിക്കുവാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾക്ക് വേണം. അതിൻ്റെ പ്രത്യേക ചിന്ത വേണം, ഓർമ്മ വേണം. ആ ഓർമ്മയിലൂടെ നമ്മൾക്ക് ഈ സമ്മേളനത്തിൻ്റെ വിജയം അതാണ് നമ്മളെ കാണിക്കുന്നത്. കേരളം മുഴുവനുള്ള വണിക വൈശ്യ സംഘത്തിൻ്റെ പ്രതിനിധികൾ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമ്മേളനത്തിന് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് MBCF-ന്റെ എല്ലാ പരിപാടികളിലും നിങ്ങളെല്ലാവരുടെയും നിസ്സീമമായ സഹകരണ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ്. വോട്ട് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് MBCF, ജയ് KVVS, ജയ് കുട്ടപ്പൻ ചെട്ടിയാർ സാർ. താങ്ക് യു. അന്യനുമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ S. കുട്ടപ്പൻ ചെട്ടിയാർ അവർകൾ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ ചെട്ടിയാർ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജി ദേവരാജൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വിവിധ മറ്റ് സംഘടനകളുടെയും നേതാക്കന്മാർ, ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗുരുജനങ്ങൾ, സഹോദരി സഹോദരന്മാരെ, കേരള വാണിക വൈശ്യ സംഘത്തിൻ്റെ ഒരു സ്പെഷ്യൽ സമ്മേളനമാണ് ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിലും മിക്കവാറും സമ്മേളനങ്ങളിലെല്ലാം ഇതിലെ ഒരു അംഗത്തെ പോലെ എന്നോട് പങ്കെടുക്കാൻ പറയുകയും എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്നും അദ്ദേഹം എന്നോട് ഫോണിലൂടെ പറഞ്ഞു, നോട്ടീസും നൽകി. സാധാരണ നിലയിൽ ഞായറാഴ്ചയാണ് അവിടെ തന്നെ വർക്കലയിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസമാണ്. പക്ഷേ എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് സുപരിചിതമായിട്ടുള്ള നിരവധി വ്യക്തികൾ അല്ലെങ്കിൽ മുഖങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അത് വർക്കലയാണെങ്കിലും അഴൂരാണെങ്കിലും പെരുങ്കുഴിയാണെങ്കിലും ചെറിയൻകീഴാണെങ്കിലും ഒക്കെ നിരവധി ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ മോഹനണ്ണാണ് അവിടെ നിന്ന് എഴുതിക്കൊണ്ട് നിന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു ചരടിൽ കോർത്ത മാല പോലെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ആ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ
കുട്ടപ്പേണ്ണന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ സംഘടനകളിലും പോലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്ത് ഒരു സമുദായം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിലയിലേക്ക് ഈ സംഘടനയെ കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നിശികാന്ത് സൂചിപ്പിച്ചത് ഒരു കോളേജുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമ്മൾ നേരത്തെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ കുട്ടപ്പേണ്ണൻ എന്നോട് പറയുകയും ചെയ്തു, നമുക്ക് നേരത്തെ ഒരു കേസുണ്ടായിരുന്നു, ആ കേസ് പിൻവലിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് കേസ് നമുക്ക് അനുകൂലമായിട്ട് സാഹചര്യം വന്നു. പിന്നീട് നമുക്കതിൻ്റെ അംഗീകാരം, കോളേജ് തുടങ്ങുന്നതിനാവശ്യമുള്ള അംഗീകാരത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയും എൻക്വയറിയും മറ്റു കാര്യങ്ങളുമെല്ലാം നടന്നു വരികയാണ്. പക്ഷേ നമുക്കതൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ 30ഓളം സംഘടനകളുടെ ഒരു ഐക്യ സംവിധാനം എന്നുള്ള നിലയിൽ നമുക്ക് അടിയന്തരമായിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് ഇലക്ഷന് മുമ്പ് തന്നെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത് നാളെ തന്നെ അത് നോക്കിയിട്ട് നമുക്കത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. നാളെ വൈകുന്നേരത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ച് കുട്ടപ്പേണ്ണനോട് ഈ വിവരം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നതിനെ സംബന്ധിച്ച് സംസാരിച്ച് ഒരു രൂപത്തിൽ അത് എത്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നാളെ കൃത്യമായിട്ട് അതിനൊത്ത് ഇടപെട്ട് ഒന്ന് നോക്കാം. ഏത് മാർഗത്തിലും നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഒരാളായി കൂടെ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. സംഘടനയുടെ എല്ലാ നിലപാടുകളും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് നിന്നുള്ളൊരു പ്രവർത്തനങ്ങൾ നടത്താം എന്ന് മാത്രം നിങ്ങളോട് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്, നിശ്ചയമായും കുട്ടപ്പേണ്ണന് നേതൃത്വം നൽകുന്ന ഈ സംഘടന ഏറ്റവും നല്ല നിലയിലേക്ക് വളർന്നു വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്, മറ്റ് അവാർഡുകൾ നൽകുന്നുണ്ട്, ആദരവുണ്ട്. ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്കും എല്ലാ ആശംസകളും നേരുകയാണ്. ഏറെ ബഹുമാന്യനായ കേരള വണികവൈദ്യ സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ അവർകൾ, സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ എം രാമചന്ദ്രൻ ചെട്ടിയാർ അവർകൾ, കേരള വണികവൈദ്യ സംഘത്തിൻ്റെ ബഹുമാന്യരായ ഭാരവാഹികൾ ശ്രീ സി രാമസ്വാമി ചെട്ടിയാർ, ശ്രീ എസ് സുബ്രഹ്മണ്യൻ ചെട്ടിയാർ, പ്രിയപ്പെട്ട ശ്രീ എം മോഹനൻ, ശ്രീ എം മണികണ്ഠൻ, ശ്രീ എം ജി മഞ്ചേഷ്, ശ്രീ ശ്രീരംഗൻ, പ്രൊഫസർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരള വണികവൈദ്യ സംഘത്തിൻ്റെ ഉപദേശക സമിതി അംഗങ്ങൾ, വൈസ് പ്രസിഡന്റുമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, റീജിയണൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുമായി ഈ പ്രത്യേക സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഈ സ്പെഷ്യൽ സമ്മേളനത്തിൻ്റെ ഉദ്ദേശത്തെപ്പറ്റി നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, വിവിധ സാമൂഹ്യ കലാ കായിക മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരെയും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ വിജയം കൈവരിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായും സ്വതന്ത്രരായും ഒക്കെ മത്സരിക്കുകയും വിജയം കൈവരിക്കുകയും നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്ത നമ്മുടെ
കുടുംബാംഗങ്ങളെയും സഹോദരീ സഹോദരന്മാരെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായി കൂടി നമ്മൾ ഈ സ്പെഷ്യൽ സമ്മേളനത്തെ കാണുകയായിരുന്നു. എന്നാൽ അടുത്ത ഒരു 10-15 ദിവസം കൂടി കഴിയുമ്പോൾ കേരളം അതിസുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ചൂടിലേക്ക് വീഴുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ 4-ാം തീയതിയും 5-ാം തീയതിയും കേരളത്തിലെത്തുകയാണ്. അവർ കേരളത്തിലെത്തി ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത ശേഷം ഒരു 15-ാം തീയതിക്കകം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസം പകുതിയോടുകൂടി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണം. കേരളത്തോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ, തമിഴ്നാട്ടിൽ, പോണ്ടിച്ചേരിയിൽ, ആസാമിലും ഇതോടനുബന്ധിച്ച് തിരഞ്ഞെടുപ്പ് നടക്കണം. ഒരുമിച്ച് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള വണികവൈശ്യ സംഘം ഈ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ അവർകൾ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മളോട് പറയുകയുണ്ടായി. അതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ കുറേ കാലമായി വണികവൈശ്യ സംഘം ഉൾപ്പെടെയുള്ള കേരളത്തിലെ അതിപിന്നോക്ക സമുദായങ്ങൾ ഭരണഘടനാപരമായി തുല്യതയുണ്ട് എന്ന് അവകാശപ്പെടുകയും എന്നാൽ ഭരണകൂടങ്ങളുടെ നിഷ്ഠൂരമായ അവഗണനയ്ക്ക് എല്ലായ്പ്പോഴും പാത്രീഭൂതരാവുകയും ചെയ്യുന്ന സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന ശ്രമം വണികവൈശ്യ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് MBCF അഥവാ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്ന പേരിൽ ഒരു സംഘടനയുണ്ടാക്കി നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ടം നടത്തേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് കേരള വണികവൈശ്യ സംഘത്തിൻ്റെ വിവിധ സമ്മേളനങ്ങളിൽ, അത് ശാഖാ സമ്മേളനം തൊട്ട് സംസ്ഥാന സമ്മേളനം വരെയുള്ള വിവിധ സമ്മേളനങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ അവഗണിക്കപ്പെട്ട സമുദായങ്ങളെ ചേർത്ത് പിടിക്കേണ്ടി വന്നത് എന്നുള്ളത്. അതിന് ഏറ്റവും സുപ്രധാനമായ കാരണം ഈ പറയുന്ന സമുദായങ്ങൾ ഏതെങ്കിലും ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിലോ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലോ പൂർണ്ണമായി ഒരേ സ്ഥലത്ത് മാത്രം താമസിക്കുന്ന ആളുകളോ ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നതിനോ ജയിപ്പിക്കുന്നതിനോ ഉള്ള ഒരു ശക്തിക്ക് പകരം കേരളത്തിലെ 14 ജില്ലകളിലുമായി ചിന്നിച്ചിതറി താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി ഈ സമൂഹങ്ങളെ കാണുന്നില്ല എന്ന പരാതിയിൽ നിന്നാണ് ഇവരെ എല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയമായ വിലപേശലിന് ശ്രമിക്കണം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കുന്നത് നിയമപരമായോ സാമൂഹികമായോ നൈതികമായോ രാഷ്ട്രീയമായോ സമകാലീന സമൂഹത്തിൽ തെറ്റല്ല. എന്തുകൊണ്ട് തെറ്റല്ല എന്ന് പറയുന്നത്, ഇന്ന് സമൂഹം അങ്ങനെ ആയിക്കഴിഞ്ഞു, രാഷ്ട്രീയം അങ്ങനെ ആയിക്കഴിഞ്ഞു. നമ്മുടെ നേതാക്കന്മാർ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമാകട്ടെ, അവർ സംസാരിക്കുന്നതിലെ ആത്മാർത്ഥത, വിശേഷിച്ചും പിന്നോക്ക സമുദായങ്ങളുടെ സമ്മേളനങ്ങളിൽ വന്ന് സംസാരിക്കുന്നതിലെ ആത്മാർത്ഥത, അത് പലപ്പോഴും നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സമ്മേളനങ്ങളിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ അത് എത്ര കണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ ഈ നേതാക്കന്മാർ അവർക്ക് അധികാരം കിട്ടുമ്പോൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ആ വേദന കൂടുതൽ വേദനാജനകമായി മാറുന്നത്. ഓരോ തവണയും നമ്മൾ ആലോചിക്കുക. ഇന്നുകൂടി ബഹുമാന്യനായ നമ്മുടെ വർക്കല MLA ശ്രീ വി ജോയി പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള വണികവൈശ്യ സംഘത്തിൻ്റെ ഒരു കോളേജിന് അനുവാദം കിട്ടിയതിന് താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. വിവിധ കാരണങ്ങൾ പറഞ്ഞ് അതിന് അനുവാദം നൽകാതെ ഇരിക്കുന്നു. ഈ 10 വർഷക്കാലത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായി. കോടതിയിൽ കേസ് നടത്തി, കേസ് അനുകൂലമായി. സർക്കാരിൽ സ്വാധീനം ചെലുത്താവുന്ന എല്ലാ വിഭാഗം ആളുകളുമായി നമ്മൾ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിച്ചു. നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന MLA-മാരെ കണ്ടു, നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഭരണകക്ഷി പാർട്ടികളുടെ നേതാക്കന്മാരെ കണ്ടു. പക്ഷെ ഒന്നിനും ഇതുവരെ പരിഹാരമായിട്ടില്ല.
ആ പരിഹാരമാണ് ഇന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ സംസാരിച്ച് അറിയിക്കാം. 10 വർഷം, ആ 10 നീണ്ട ഒരു ദശകം കഴിയാത്ത ഒരു കാര്യം ഇന്നൊരു രാത്രി കൊണ്ട് അദ്ദേഹം സംസാരിച്ച് നിങ്ങളോട് മറുപടി പറയാം എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹത്തെ പോലെ ഒരു MLA-ക്ക് ഈ വേദിയിൽ അങ്ങനെയേ പറയാൻ കഴിയൂ. പക്ഷെ ഇത് ചെന്നെത്തുന്ന കാട്, ഇത് ചെന്നെത്തുന്ന ഇടം, എടുക്കാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കുമെന്നുള്ളത് അറിയുവാൻ പാഴൂർ പടിക്കൽ പോയി കവട് നിരത്തി നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ അനുഭവം തന്നെയാണ് അതിന് ഏറ്റവും വലിയ സാക്ഷ്യം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമാണത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും രാഷ്ട്രീയമായ സ്വാധീനമില്ലാത്തതിൻ്റെ പേരിൽ അവഗണന അനുഭവിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുവാൻ MBCF തീരുമാനിച്ചത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെ കേരള വണികവെച്ച് സംഘത്തിൻ്റെ ഭാരവാഹികളാണ്, ശാഖ, ജില്ലാ, സംസ്ഥാന ഭാരവാഹികളാണ്. MBCF എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയ ശേഷവും കയ്യും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നില്ല. പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ പിണങ്ങിക്കിടപ്പ് സമരം, ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിനൂതനമായ ഒരു സമരമാർഗം. സർക്കാരിനോട് പിണങ്ങി കേരളത്തിലെ 1/2 കോടിയോളം വരുന്ന അതിപിന്നോക്ക ജനവിഭാഗങ്ങൾ സർക്കാരുമായി പിണങ്ങി സെക്രട്ടേറിയറ്റ് പടിക്കൽ കിടന്നു. രാഷ്ട്രീയമായി സംഘടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയം 2 മുന്നണികളിലായി ധ്രുവീകരിക്കപ്പെട്ടു. കഴിഞ്ഞ കുറേ കാലമായി നമ്മളത് കാണുന്നതാണ്. നാരായണത്തു ഭ്രാന്തന്റെ കാലില് ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറുന്നത് പോലെ, വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറുന്നത് പോലെ 2 മുന്നണികളിലായി കേരളത്തിൻ്റെ ഭരണം മാറിക്കൊണ്ടേയിരുന്നു. രാഷ്ട്രീയം ധ്രുവീകരിക്കപ്പെട്ടു. ആ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയ ഭൂമികയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തു നിൽക്കാതെ ആർക്കും ഇവിടെ രാഷ്ട്രീയമായ അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് വന്നപ്പോഴാണ് MBCF ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുവാൻ തീരുമാനിച്ചത്. അഥവാ രാഷ്ട്രീയമായി ഒരു സംഘടന രൂപീകരിക്കുന്നതിനെ പറ്റി ആലോചിച്ചതും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും ഈ പിണങ്ങിക്കിടപ്പ് സമരം ആരംഭിച്ചതും. അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി. ആ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയെ കേരളത്തിലെ അറിയപ്പെടുന്ന 2 മുന്നണികളിൽ നമ്മളുമായി രാഷ്ട്രീയ ആഭിമുഖ്യം കൂടുതലുള്ള ഒരു മുന്നണിയുമായി സഹകരിപ്പിക്കുന്നതിന്, അതിൻ്റെ ഘടകകക്ഷിയാക്കുന്നതിന് ശ്രമം നടത്തി. ഞാനീ പറഞ്ഞ 1/2 കോടിയോളം വരുന്ന ആളുകളുടെ ഒരു വലിയ സംഖ്യാബലമുണ്ടായിട്ടും, വലിയ സ്വാധീനമുണ്ട് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടും, നമ്മൾ വിളിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വന്ന് ഒത്തുചേരുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും ഒരു മുന്നണിയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ല. കാരണം മുന്നണിയുടെ ഭാഗമാകുന്നതിന് മറ്റു ചില മാനദണ്ഡങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇത്രയുമൊന്നും സംഘടനാ ശക്തിയോ അല്ലെങ്കിൽ ആൾബലമോ ഇല്ലാത്തവർ പോലും കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം MLA-മാരും MP-മാരും മന്ത്രിമാരുമാകുന്ന ഈ സംസ്ഥാനത്ത് ഇത്രയും അധികം ആളുകൾ ഉണ്ട് എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനും കേരളത്തിലെ 2 മുന്നണികളിലെയും ഭാഗമാകുവാൻ കഴിയാതെ വന്നപ്പോഴാണ് ഏതെങ്കിലും ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്നൊരു പാർട്ടിയുടെ ഭാഗമായി ഈ മുന്നണിയിൽ കയറുന്നു കൂടണം എന്ന് തീരുമാനിക്കുന്നത്. ആ അന്വേഷണവും ആ ആലോചനയുമാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലേക്ക് MBCF എത്തിച്ചേരുവാൻ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നിരവധിയായ പരീക്ഷണങ്ങൾ ഈ കഴിഞ്ഞ കുറേ കാലമായി നടന്നു. വണികവൈശ്യ സംഘത്തിൻ്റെ പേരിൽ നടന്നു, MBCF-ൻ്റെ പേരിൽ നടന്നു, പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടിയുടെ പേരിൽ നടത്തി. എന്നിട്ടൊന്നും ഈ പറഞ്ഞ രീതിയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു മുന്നണിയുടെ ഭാഗമാകുവാൻ കഴിയാതെ വന്നപ്പോൾ നേരത്തെ തന്നെ ഒരു മുന്നണിയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനുമായി ബന്ധപ്പെടുകയും MBCF-ലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത ആളുകളെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല, നമ്മുടെ രാജ്യത്ത് തീരുമാനമെടുക്കുന്നത് നമ്മൾ പറയും ജനാധിപത്യമാണ്.
ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് തെരുവിൽ ഉയരുന്ന ശബ്ദം നിയമമാകുമ്പോഴാണ് ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാകുന്നത്. തെരുവിൽ ഉയരുന്ന ഒരു മുദ്രാവാക്യത്തിന് നിയമത്തിൻ്റെ രൂപം ഉണ്ടാക്കിയെടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്, ജനപ്രതിനിധികളാണ്. ആ തെരുവിലുയരുന്ന ശബ്ദത്തെ നിയമമാക്കുന്ന ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അധികാരത്തിൻ്റെ ചില ഇടനാഴികളിലാണ്. ആ ഇടനാഴികൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും പകൽ വെളിച്ചത്തിലാകണമെന്നുമില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത കഥകൾ വണികവഴി സംഘത്തിൻ്റെ പ്രസിഡന്റ് പല യോഗങ്ങളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ജനാധിപത്യം സുതാര്യമാണെങ്കിൽ, തീരുമാനങ്ങൾ സുതാര്യമാണെങ്കിൽ, എടുക്കുന്ന തീരുമാനങ്ങൾ ജനാധിപത്യപരമാണെങ്കിൽ ഈ പറഞ്ഞ തെരുവിലുയരുന്ന ശബ്ദം നിയമമാകണമായിരുന്നു, അത് നീതിപൂർവമാകണമായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം ചില തീരുമാനങ്ങൾ എടുത്തത് പലപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലായിരുന്നു. സെക്രട്ടേറിയറ്റ് ഇടനാഴികളിൽ തീരുമാനമെടുക്കാനുള്ള ആളുകളുടെ പേര് വിവരങ്ങൾ ആ സെക്രട്ടേറിയറ്റിലൂടെ നിങ്ങൾ ആ കോറിഡോറിലൂടെ നടന്നാൽ ആ പേരുകൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ആ പേരിൽ എഴുതിയിരിക്കുന്നവരാണ് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിൽ ഒപ്പുവെക്കുന്ന ജോലി ഈ മന്ത്രിമാർക്ക് മറ്റുമുള്ളൂ. ആ തീരുമാനങ്ങൾ കുറിപ്പായി എഴുതി കൊടുക്കുന്ന ആളുകളുടെ പേരുകൾ ഈ പറഞ്ഞ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഇടനാഴികളിലുണ്ട്. അവിടെ പോയാൽ നിങ്ങളുടെ ആരുടെയും പേരുകൾ അവിടെ കാണില്ല, നമ്മുടെ ആരുടെയും പേരുകൾ അവിടെ കാണില്ല. ആ തീരുമാനമെടുക്കുന്നവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭരണചക്രം തിരിക്കുന്നവർ എന്ന് പറയുന്നത്. അത് ചങ്ങനാശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ താക്കോൽ സ്ഥാനം സൂക്ഷിക്കുന്നവർ. ചങ്ങനാശ്ശേരി ഭാഷ അങ്ങനെയാണ്. താക്കോൽ സ്ഥാനം സൂക്ഷിക്കുന്ന ആളുകൾ, അവരാണ് ഇടനാഴികളിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ആളുകൾ. അവരെടുക്കുന്നതാണ് തീരുമാനങ്ങൾ. അതിനെയാണ് ഭരണകൂടം എന്ന് നമ്മൾ പറയുന്നത്. ഒരു കൂടം എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ചിലർക്കത് ശബ്ദമായി തോന്നുമെങ്കിലും അതിനടിയിൽ ഞെരിഞ്ഞമരുന്നത് ചില പ്രാണികൾ കൂടി ഉണ്ടാവും. ആ പ്രാണികളായി ഈ അടിപിന്നോക്ക വിഭാഗങ്ങൾ മാറി മാറി അടിച്ചമർത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറണം എന്ന് തീരുമാനിച്ചത്. രാഷ്ട്രീയമായി സംഘടിക്കേണ്ടത് ആവശ്യത്തെപ്പറ്റി പലപ്പോഴും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ശക്തിയായി മാറേണ്ടുന്നത്? ചില ആളുകൾ ഭംഗ്യന്തരേണ അല്ലെങ്കിൽ ഒരു ഭംഗി വാക്കുന്ന നിലയിൽ പറയും രാഷ്ട്രീയമൊന്നും ആവശ്യമുള്ള കാര്യമല്ല. പഠിക്കുക, ജോലി നേടുക, കല്യാണം കഴിക്കുക, കുടുംബം പുലർത്തുക. എന്തിനാണ് രാഷ്ട്രീയം? രാഷ്ട്രീയത്തിൻ്റെ ആവശ്യം എന്താണ്? രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട കാര്യമുണ്ടോ? ഒരു വലിയ വിഭാഗം ആളുകൾ, വിശേഷിച്ചും ഒരു 10 ക്ലാസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം കിട്ടിയാൽ ആദ്യം വരുന്ന ചിന്ത ഇതാണ്, രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. എനിക്കെൻ്റെ സമുദായത്തിലെയും അതുപോലെ എൻ്റെ കുടുംബാംഗങ്ങളോടും പറയുവാനുള്ളത്, നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയമാണ്. രാജവ്യവസ്ഥയിൽ രാജാവായിരിക്കും, പട്ടാള ഭരണത്തിൽ പട്ടാളമായിരിക്കും. പക്ഷെ ജനാധിപത്യത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ്. നിങ്ങൾ ഏതു വഴി നടക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. നിങ്ങളുടെ കുട്ടികൾ ഏത് പാഠപുസ്തകം പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ആ പാഠപുസ്തകത്തിലെ സിലബസ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ എപ്പോൾ ഉറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ എപ്പോൾ പുറത്തിറങ്ങണം, എപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ഞാനിത് പറയുമ്പോൾ ഇതെന്താ ഈ പറയുന്നത്? അങ്ങനെയാണോ ഞങ്ങളുടെ നാട്ടിലൊക്കെ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. ഞാനാണ് തീരുമാനിക്കുന്നത് 10 മണിക്ക് ഉറങ്ങണം, ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ ഏത് വേഷം ധരിക്കണമെന്ന്. അല്ല, അങ്ങനെയല്ല. സർക്കാർ ഓഫീസിൽ ജീവനക്കാരെല്ലാവരും ഖാദി ധരിക്കണം എന്ന് സർക്കാർ ഒരു ഉത്തരവിട്ടാൽ സർക്കാർ ഓഫീസിൽ വരുന്നവർ ഖാദി ധരിക്കാതെ പോകില്ല. തീരുമാനമാണ്, സർക്കാർ എടുക്കുന്ന തീരുമാനമാണ്. നിങ്ങളുടെ സിലബസ് എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങൾ കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും MP-മാരുമാണ്. ആ MLA-മാരും MP-മാരും രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, റോഡ് ബ്ലോക്ക്, ടേക്ക് ഡീവിയേഷൻ. റോഡ് അടച്ചിരിക്കുന്നു, ഇതുവഴി പോവുക. നിങ്ങൾ ആരും ആ ബോർഡ് എടുത്ത് തോട്ടിലെറിഞ്ഞിട്ട് നേരെ പോകാൻ ശ്രമിക്കില്ല. ആ എഴുതി വെച്ചിരിക്കുന്ന ആരോ നോക്കി അതുവഴിയേ പോവുകയുള്ളൂ. ആരാണ് ആ ബോർഡ് അവിടെ കൊണ്ടുവച്ചത്? ആ ബോർഡ് അവിടെ കൊണ്ടുവച്ചത് ഒന്നുകിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ PWD ആയിരിക്കും.
ആ റോഡ് പണിയണമെന്ന് തീരുമാനിച്ചത് ആരാണ്? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും PWD. ഇത് തീരുമാനിക്കുന്നത് ആരായിരിക്കും? MLA ആയിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് കമ്മിറ്റിയുമായിരിക്കും. അവരൊക്കെ ആരാണ്? അവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഏത് വഴി സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. നിങ്ങൾ റേഷൻ കാർഡിൽ പേര് വേണമോ വേണ്ടായോ, റേഷൻ കാർഡ് മഞ്ഞ കാർഡാണോ പച്ചക്കാർഡാണോ വെള്ളക്കാർഡാണോ തീരുമാനിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അവർ MLA-മാരായിരിക്കാം, MP-മാരായിരിക്കാം. നിങ്ങളത് കൊണ്ടു നടക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ആധാർ കാർഡോ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നേറ്റിവിറ്റി കാർഡോ കൊണ്ടുവന്നാൽ ഞാൻ അതിലെടുക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ നേറ്റിവിറ്റി കാർഡ് എടുക്കില്ല, ഞാൻ ആധാർ കാർഡ് എടുക്കില്ല, ഞാൻ പാൻ കാർഡ് എടുക്കില്ല, ഞാൻ ഒരു കാർഡും എടുക്കില്ല സർക്കാരിൻ്റെ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് കാർഡ് ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? MLA ആണ്, മന്ത്രിയാണ്, മന്ത്രിസഭയാണ്, MP-മാരാണ്. അവരാരാണ്? അവർ രാഷ്ട്രീയക്കാരാണ്. ഞാനതാണ് പറഞ്ഞത്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ വസ്തുതയും നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ്. ജനാധിപത്യത്തിൽ ആ രാഷ്ട്രീയമില്ലാതെ നിൽക്കാൻ കഴിയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും അത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടുകയോ നമുക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടുകയോ ചെയ്ത രാജ്യങ്ങളൊക്കെ തന്നെ യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴും നമുക്കങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകാതെ പോയത് ഈ വൈവിധ്യമാർന്ന ഈ രാഷ്ട്രീയ സംവിധാനം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ രാഷ്ട്രീയ ശക്തികൾ നിലനിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഈ പറഞ്ഞ രീതിയിൽ പട്ടാള ഭരണം പോലും ഉണ്ടാകാതിരിക്കുന്നത്. നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിൽ ഭീതിയുടെ മുനമ്പിലാണ്. ഇറാനെ ആക്രമിച്ചതോടുകൂടി ഇറാന്റെ യുദ്ധം അവർ ഗൾഫ് നാടുകളിലേക്ക് മാറ്റുകയാണ്. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആരാണ്? ഒരു യുദ്ധം ഉണ്ടാകുന്നത് പോലും ആ തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയം ഉണ്ടാവുക എന്നുള്ളത് തന്നെയായിരുന്നു MBCF എടുത്ത തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനമായി മാറാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോഴും വളരെ വ്യക്തമായി നമ്മൾ പറയും. ഇന്നും എന്നെ കണ്ട പലരും എന്നോടൊന്ന് പറഞ്ഞു, അഭിനന്ദനങ്ങൾ, എല്ലാവിധ ആശംസകളും നേരുന്നു, പക്ഷെ ഞാൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു, ഞാനിപ്പോൾ CPM-ൻ്റെ വാർഡ് കമ്മിറ്റി മെമ്പറാണ്. ഞാനിപ്പോഴും എല്ലാവിധ ആശംസകളും നേരുന്നു, ഞാൻ BJP-യുടെ ബ്ലോക്ക് കമ്മിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗമാണ്. ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാരാകുന്നതിന് ഒരു സംഘടനയും ആർക്കും തടസ്സമാകില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയ്ക്ക് നീളം കൂട്ടാനും അവരുടെ മുദ്രാവാക്യത്തിൻ്റെ ശക്തി ഉച്ചത്തിലാക്കാനും വേണ്ടി മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. ഞാനിത് പഠിച്ച പാഠമാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗമായി, ഒരു വാലായി മാറി നിൽക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അനൗൺസ്മെന്റിൽ കേട്ടതുപോലെ എന്നെപ്പറ്റി നിങ്ങൾ പറയുന്ന ഈ നല്ല വാക്കുകൾ ആ അർത്ഥത്തിൽ പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകില്ല, കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടാവില്ല. കാരണം ഞാൻ ഈ വാല് മാത്രമാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നു പോയ നേതാക്കന്മാർ, വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ, മാറി നിന്ന് പറയുന്ന നേതാക്കന്മാരൊക്കെ എന്നെപ്പറ്റി ഒരു വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരിയ്ക്കുന്ന വേദിയിൽ അവർക്കും ഒരു കസേരയാണെങ്കിൽ അവരോടൊപ്പം ഒരു കസേര വലിച്ചിട്ടിരിക്കുവാൻ വേണ്ടി ആ രാഷ്ട്രീയമായ ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് ഞാൻ മാറി നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ പറയുവാൻ അവസരമുണ്ടായത്. അതല്ലായിരുന്നുവെങ്കിൽ മറ്റു പാർട്ടികളുടെ കൂടെ ഞാൻ വാലായി തന്നെ നിൽക്കുമായിരുന്നു. ഞാനൊരു ബ്ലോക്ക് കമ്മിറ്റി മെമ്പറോ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പറോ ഒക്കെ ആയി നിൽക്കുമായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് പോയില്ല. അത്രത്തോളം രൂഢമൂലമാണ് നേരത്തെ കുട്ടപ്പണ്ണൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ. അത്രത്തോളം ശക്തമാണ് ഈ പറഞ്ഞ വിഭാഗങ്ങൾ. ഇവരായതിൻ്റെ പേരിൽ കടന്നു വരാൻ പാടില്ല, ഇവരായതിൻ്റെ പേരിൽ ജയിക്കാൻ പാടില്ല, ഇവരായതിൻ്റെ പേരിൽ സീറ്റ് കൊടുക്കാൻ പാടില്ല എന്നാ ചോദിക്കും നമ്മുടെ ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ജയിക്കുന്നില്ലേ എന്ന്. അത് കേരളത്തിൻ്റെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ്. അതൊക്കെ വളരെ ഒറ്റപ്പെട്ടതും ഒഴിവാക്കാനാകാത്തത് കൊണ്ടും മാത്രം വന്ന് സംഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാഷ കടമെടുത്താൽ അത്ഭുതം മാത്രമാണ്. അതല്ലാതെ ഇച്ഛാശക്തിയോടുകൂടി ഇവരുടെ ഒരാൾ കൂടി ജയിച്ചു വരണം, ഇവരുടെ ആളുകൾ കൂടി ഇതിനകത്തുണ്ടാകണം എന്ന തീരുമാനത്തോടുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയും പരിഗണിക്കുന്നില്ല എന്നുള്ളിടത്ത് നിന്നാണ് ഞാൻ ഈ പാഠം പഠിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറുക എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമുദായങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ. അവിടേക്ക് എത്തിപ്പറ്റുക എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് കടന്നു പോകേണ്ട ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു.
ആ കടമ്പകളൊക്കെ കടന്നു പോകുവാനുള്ള സംഘടനാപരമായ ശക്തി ആർജിക്കുവാനുള്ള ഊർജം എനിക്കുണ്ടാക്കിയിരുന്ന സംഘടനയും ഇത് തന്നെയാണ്. ബാലപാഠം പഠിച്ചൊരു സംഘടനയാണിത്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ശക്തിയും ഊർജവും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം സഹായിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യത്തോടു കൂടി മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചത്. ആ മാറി നിന്നതിൻ്റെ പ്രയോജനമാണ്, അല്ലെങ്കിൽ ആ മാറി നിന്നത് കൊണ്ടുണ്ടായ നേട്ടമാണ് നിങ്ങൾ നേരത്തെ കേട്ട വാക്കുകൾ, ഇപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ. ഇനി ഇത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. അത് പ്രയോജനപ്പെടുത്തേണ്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇന്നലകളിൽ മുദ്രാവാക്യം വിളിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണോ നാം ഇപ്പോഴും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണോ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനൊരു പരിഹാരമുണ്ടാവുക. ആ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ താക്കോൽ കൂട്ടങ്ങളിൽ ഒരു താക്കോലായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ആ താക്കോൽ തുറക്കുവാനുള്ള ഒരു പൂട്ട് എപ്പോഴും ഈ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാവും. നമുക്ക് കിട്ടേണ്ടതായ ആവശ്യങ്ങളുടെ ആ ഭണ്ഡാരം തുറക്കുവാനുള്ള ഒരു താക്കോൽ ഉണ്ടാക്കുക എന്നുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളിടത്താണ് ഈ സമ്മേളനത്തിൻ്റെ പ്രസക്തി. കാരണം കേരളം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് കടക്കാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ആ ഒരാവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ടുള്ളവർ, നേതാക്കന്മാരാകാൻ സാധ്യതയുള്ളവർ, നേതാക്കന്മാരായിട്ടുള്ളവർ, അവരെ ആരെയും തന്നെ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലേക്ക് MBCF മുഖാന്തരം സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ വരണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അതാത് പാർട്ടികളിൽ തന്നെ പ്രവർത്തിക്കുക. പക്ഷേ ആ പ്രവർത്തിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ കിട്ടുന്നതായിരിക്കണം. നിങ്ങൾക്ക് കൂടി വളർന്നു വരാൻ കഴിയുന്ന സാഹചര്യം അതിലുണ്ടാകണം. അതല്ലാതെ ഞാനും ഈ പാർട്ടിയാണ് എന്ന് പറഞ്ഞു നടക്കാതെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കിട്ടുക, അത് രാഷ്ട്രീയമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന സ്ഥാനമാനങ്ങളിലേക്ക് വളരുക, അതാവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. അപ്പോൾ മാത്രമേ ഈ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. ആ പ്രയോജനം ഞാൻ മുഖാന്തരം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക്, ഞാൻ മുഖാന്തരം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് നേട്ടമുണ്ടാവുക എന്നുള്ളിടത്തേക്കായിരിക്കണം. ആ സ്ഥാനങ്ങളിലേക്ക് വളരണം. അതല്ലാതെ എല്ലാവരും കൂടി ഒരു പാർട്ടിയിലേക്ക് ചേരുക എന്നുള്ളതല്ല. അങ്ങനെ നിൽക്കുന്നവർ അവിടെ തന്നെ നിന്നുകൊള്ളുക, അവർ വളർന്നു വരിക കൂടി ചെയ്യണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴിവിടെ മത്സരിച്ചവർക്കും ജയിച്ചവർക്കും ഏത് രാഷ്ട്രീയമെന്ന് നോക്കാതെ, അവരുടെ കൊടിയുടെ നിറം നോക്കാതെ ആദരിക്കുവാൻ തയ്യാറായത്. കേരള വണികവൈശ്യ സംഘം അങ്ങനെ ആദരിച്ചത് അതുകൊണ്ടാണ്. വളർന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. അതല്ലാതെ ഞാനും ഇപ്പോഴും ബ്ലോക്ക് കമ്മിറ്റി മെമ്പറാണ്, വാർഡ് കമ്മിറ്റി മെമ്പറാണ്, മറ്റേടത്ത് കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നേതാവാകാൻ കഴിയണം. നേതൃത്വപരമായ പങ്ക് വഹിക്കുവാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയണം. തീരുമാനമെടുക്കുന്നിടത്ത് ശബ്ദമാകുവാൻ കഴിയണം. ആ തീരുമാനമെടുക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കുവാൻ കഴിയണം. അങ്ങനെ ഇരിക്കുവാനുള്ളൊരു ഇടം സ്വായത്തമാക്കുവാൻ കഴിയണം. അങ്ങനെ കഴിയുന്നിടത്ത് മാത്രമേ നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ആ രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമ്മേളനത്തിലൂടെ. ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ്. മാനിഫെസ്റ്റോ കമ്മിറ്റി എന്നല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ സബ് കമ്മിറ്റികൾ, ഉപകമ്മിറ്റികളിലും ഞാൻ അംഗമാണ്. കാരണം ഏത് വിഷയം പറഞ്ഞാലും ആ വിഷയത്തിലൊരു അഭിപ്രായം, വേറിട്ട് ഒരു അഭിപ്രായം പറയുവാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഏത് വിഷയത്തിലും, അത് വിദ്യാഭ്യാസമാകട്ടെ, വ്യാവസായിക വിഷയങ്ങളാകട്ടെ, പരമ്പരാഗത വ്യവസായങ്ങളെ സംബന്ധിച്ചുള്ള വിഷയമാകട്ടെ, കാർഷിക വിഷയങ്ങളാകട്ടെ, ആ വിഷയമൊന്ന് പഠിക്കുവാനും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തുവാനും അതിലൂടെ ഒരു പുതിയ ആശയം രൂപീകരിച്ചെടുത്ത് അത് ആ മുന്നണിയുടെ സംവിധാനത്തെ അറിയിക്കുവാനും ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മാറ്റി നിർത്താറുമില്ല. ഒരു കമ്മിറ്റിയിലും നമ്മൾ കൂടി ഉൾപ്പെടുത്താറുണ്ട്. ആ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ മാത്രം പോയി സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു മുന്നണിയുടെ പല തലങ്ങളുണ്ട്. ജില്ലാതലങ്ങളുണ്ട്, മണ്ഡലം തലങ്ങളുണ്ട്, ബ്ലോക്ക് തലങ്ങളുണ്ട്, വാർഡ് തലങ്ങളുണ്ട്. അവിടെയും ഇതുപോലെ പോയി പറയുവാൻ കഴിയുന്ന കുറേ നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ആശയം മുന്നോട്ട് വെച്ചത്. അത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന കമ്മിറ്റിയാകട്ടെ, ആ പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമിതിയാകട്ടെ, ഏതൊരു സമിതിയിലും ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് പോയി അവിടെ ഇരുന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരുപിടി നേതാക്കന്മാരുണ്ടായി വരട്ടെ. അവർക്ക് ഈ സാമുദായിക സംഘടനയുടെ കളർ, ആ സാമുദായിക സംഘടന ലേബൽ എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതാവായി വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കുക. അതാണ് പ്രധാനം.
ആ ഒരു പ്രാധാന്യത്തോടു കൂടി നമ്മൾ ആളുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ചിന്തിക്കും, സാമുദായിക പ്രവർത്തനം നടത്തിയാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എങ്ങനെയാണ്? ഞാൻ സമുദായ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിപ്പോയി അല്ലെങ്കിൽ സെക്രട്ടറി ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക? ആരായിരുന്നു ആർ ശങ്കർ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ആരായിരുന്നു? SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ആരായിരുന്നു? PK ബാലകൃഷ്ണൻ ആരായിരുന്നു? PK കുഞ്ഞമ്പു ആരായിരുന്നു? എത്രയെത്ര നേതാക്കന്മാർ അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായങ്ങളുടെ നേതാക്കന്മാരായിരിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരായിട്ടുണ്ട്, MLA മാരായിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്, മുഖ്യമന്ത്രി വരെ ആയിട്ടുണ്ട്. അതൊന്നും കേരളത്തിന് അന്യമായ രാഷ്ട്രീയമല്ല, ഇന്ത്യക്ക് അന്യമായ രാഷ്ട്രീയമല്ല. പക്ഷെ അവിടേക്ക് വരാൻ ഞാൻ സാമുദായിക പ്രവർത്തനമേ നടത്തൂ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എന്ന് പറയുന്ന ആ പിടിവാശിക്കും അർത്ഥമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി മാത്രം മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായി മാറാതെ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. സമുദായ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നതിലും അർത്ഥമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തെ ഉപയോഗിക്കുക, അത് നിങ്ങളുടെ സമൂഹത്തിന് നേട്ടമുണ്ടാകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക, അതിനു വേണ്ടുന്ന തീരുമാനമാണ് എടുക്കേണ്ടുന്നത്. ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുവാനുള്ള ഒരവസരം നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്നു. അതിനു വേണ്ടുന്ന ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് 100% വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, കിട്ടിയിരിക്കുന്നു, മത്സരിക്കാൻ പറ്റും എന്ന് പറയുന്ന തലത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ മാരത്തോൺ ചർച്ചകളാണ്. ഇവിടെ ചർച്ച ചെയ്യും, പിന്നെ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യും, പിന്നെ ഡൽഹിയിൽ ചർച്ച ചെയ്യും, പിന്നെ ഇതെല്ലാം എടുത്തുകൊണ്ട് ദുബായിൽ പോവും, അവിടെ ചർച്ച ചെയ്യും. എല്ലായിടത്തും ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും വരിക. അപ്പോൾ ആയിരിക്കില്ല അവസാനം വരുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. എങ്കിലും ചർച്ചകൾ നടക്കുകയാണ്. ഞാൻ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ആ അർത്ഥത്തിൽ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ എല്ലാ സഹോദരീ സഹോദരന്മാരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ഇന്നലെ വരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾക്ക് യഥാർത്ഥമായി സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇടനാഴികളിൽ നിങ്ങളുടെ ശബ്ദമുയരണം. നിങ്ങളുടെ ശബ്ദമായി മാറുവാനുള്ള ഒരു ശക്തി നിങ്ങളെല്ലാവരും കൂടി വിചാരിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയും. അത് പ്രതിധ്വനിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഞാൻ എൻ്റെ ശബ്ദം ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയുമാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും നിയമസഭയിലും മന്ത്രിസഭയിലും സമുദായത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനും സമ്മേളനം ആവശ്യപ്പെട്ടു. സംഘം പ്രസിഡന്റ് S. കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷനായി. കക്ഷി നേതാക്കളായ CP ജോൺ, G. ദേവരാജൻ, സംഘം ഭാരവാഹികളായ M. രാമചന്ദ്രൻ ചെട്ടിയാർ, C. അർജുനൻ എന്നിവർ പങ്കെടുത്തു. അവാർഡ് ദാനവും ദുരിതാശ്വാസ വിതരണവും V. ജോയ് MLA നിർവഹിച്ചു. സംഘം ഭാരവാഹികളായ C. രാമസ്വാമി ചെട്ടിയാർ, വിജയൻ വർക്കല, G. നിഷികാന്ത്, M. രവീന്ദ്രൻ, S. സുബ്രഹ്മണ്യൻ ചെട്ടിയാർ, M. മോഹനൻ, A. മണികണ്ഠൻ, AS. വിനോദ് രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.